साथियों, लोकसभा के चुनाव देश की सरकार चुनने के लिए है। ये बात आपको हर वोटर तक पहुंचानी है। भारत सरकार की एक बड़ी जिम्मेदारी देश की सुरक्षा और दुनिया में भारत की भूमिका को सशक्त करने की होती है। हमें वोटरों को ये बताना चाहिए कि 10 वर्ष पहले तक जब देश में एक कमजोर और अस्थिर सरकार थी तो आए दिन आतंकी हमले होते थे। इसका सीधा असर हमारे निवेश पर पड़ता था और विदेशों में काम करने वाले हमारे देशवासियों पर पड़ता था। हमें उन्हें बार बार बताना होगा कि एलडीएफ, यूडीएफ का इतिहास किस तरह घोटालों का रहा है, भ्रष्टाचार का रहा है। आज भारत को दुनिया विश्व मित्र के रूप में देख रही है। पूरी दुनिया में भारत और भारतीयों का गौरव नई बुलंदी पर है। इसका बेहतरीन उदाहरण गल्फ देशों के साथ हमारे संबंध है। आज गल्फ के देशों से भारत के संबंध इतिहास के सबसे मजबूत दौर से गुजर रहे हैं। गल्फ के देशों में भारतीयों का सम्मान भी बढ़ा है, उनके लिए अवसर भी बढ़े हैं और उन्हें सुरक्षा का भरोसा भी मिला है। നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തെക്കൻ ദൗത്യത്തിലെ കേരള ദൗത്യത്തിലെ രണ്ടാം വരവും ഗംഭീരമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുരുവായൂർ തൃപ്രയാർ ക്ഷേത്ര സന്ദർശനങ്ങൾ, കൊച്ചിയിലെ റോഡ് ഷോ, 4000 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനം, BJP ശക്തി കേന്ദ്ര ഭാരവാഹികൾക്ക് ഊർജം പകർന്ന് മോദി സ്റ്റൈൽ പ്രസംഗം. മോദിയുടെ കേരള ദൗത്യം തൃശൂരെടുത്തേ അടങ്ങൂ എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്കോ? അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാമക്ഷേത്രങ്ങളിലെ സന്ദർശനം തെക്കൻ കേരളത്തിലേക്കും മോദി വ്യാപിപ്പിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, മോദിയുടെ തെക്കൻ ദൗത്യം ഫലിക്കുമോ? പ്രൈം ഡിബേറ്റിൽ ഇന്ന് രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ മോഹൻ വർഗീസ്, കോൺഗ്രസ് നേതാവ് ശ്രീ അനിൽ ബോസ്, BJP നേതാവ് ശ്രീമതി TP സിന്ധുമോൾ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ ഫക്രുദ്ദീൻ അലി, എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ തെക്കേ ഇന്ത്യൻ ദൗത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണല്ലോ പറയുന്നത്, സൗത്ത് ഇന്ത്യ മിഷൻ ഓഫ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ന്. അതിപ്പോൾ കേരളത്തിലേക്ക് ഒരേ സ്ഥലത്ത് തന്നെ 2 ആഴ്ചക്കിടെ രണ്ടാമത്തെ സന്ദർശനം. എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട്? ലജ്ജാവതി എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? നമ്മൾ ആദ്യം കേട്ട സമയത്ത് നമ്മൾ എന്തൊരു വൃത്തിയിട്ട സൗണ്ട്, എന്തൊരു വൃത്തിയിട്ട പാട്ട് എന്ന് ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടിൻ്റെ നമ്മളെ കല്യാണത്തിനിടെ ഇത് ഭയങ്കരമായിട്ട് ഇട്ടിട്ട് ആ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ സിനിമ വന്ന സമയത്ത് ഇപ്പോഴും നമ്മളെ പാട്ട് മൂടി നടക്കുന്നുണ്ട്. ഇങ്ങനെ സംഭവമുണ്ട്. ഇത് നമ്മൾ ഈ എയ്സറ്റിക്സിലുള്ള സിദ്ധാന്തമാണിത്. ഇത് പൊളിറ്റിക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം പിന്നെ നമ്മുടെ ഇവൻ്റെ ധനുഷിൻ്റെ പാട്ടുണ്ടല്ലോ, കൊലവറി പാട്ട്, വൈ ദിസ് കൊലവരി, ആ പാട്ട് വന്ന സമയത്ത് എന്ത് പാട്ടെന്ന് വിചാരിച്ചില്ലേ? പിന്നെ നമ്മളൊക്കെ മൂളി നടന്നില്ലേ? BJP ഉദ്ദേശം അതുതന്നെ. BJP സകലയിടത്തുള്ള സകല സിദ്ധാന്തം പറ്റുന്ന ടീമാണ്. അപ്പോൾ നമ്മൾ ഈ മോഡി എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ നമ്മൾ പൊതുവെ ഈ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ മലയാളിയിൽ ചിരിക്കുകയായി. നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കച്ചവടക്കാരാണ് ഈ ഗ്യാരണ്ടി ഇങ്ങനെ പറയാറുള്ളത്. പക്ഷേ ഇങ്ങനെ നിരന്തരം നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ് ഉണ്ടാക്കും എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉണ്ട്. ഇതാണ് അവർ പറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കേരളം പലതവണ അവരെ എടുക്കാൻ ശ്രമിച്ചു, നടന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ അതിശക്തമായ മുന്നണി സംവിധാനമാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനോട് കൂടി ആ മുന്നണി സംവിധാനത്തെ ഏതാണ്ട് പണിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. UDFൻ്റെ സ്ഥിതി ഭയങ്കര കഷ്ടത്തിലാണ്. കാരണം കേരള കോൺഗ്രസ് മാണി പോയതോടുകൂടി കഷ്ടത്തിലാണ്.
ലീഗ് ആണെങ്കിൽ പോകാൻ ഒരു കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരെ കുറ്റം വന്നിട്ട് കാര്യമല്ല. പാർട്ടിയുടെ താല്പര്യങ്ങൾ അങ്ങനെയാണ്. വലിയ ബിസിനസ്സുകാർക്കൊക്കെ വലിയ സ്റ്റേക്ക് ഹോൾഡറുള്ള മുസ്ലിംസ് സ്വാഭാവികമായിട്ടുള്ള അടിത്തട്ടിലുള്ള മുസ്ലിംസിന് ഉയർത്തിക്കൊണ്ടുവരാൻ അധികാരത്തിൻ്റെ തണലും കൂടി ആവശ്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം നോക്കിയിരിക്കണം. അപ്പോൾ UDFൻ്റെ കാര്യം അങ്ങനെയാണ്. LDF കുഴപ്പമില്ലാതെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ UDFൻ്റെ കാര്യം ഈ രീതിയിലായി. BJPയുടെ സിദ്ധാന്തം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭരണത്തിൽ ഇരുന്നുകൊണ്ട് CPM നശിപ്പിക്കുക, എന്ന് വെച്ചാൽ LDF നശിപ്പിക്കുക, പ്രതിപക്ഷത്തിൽ ഇരുന്നുകൊണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കുക, ഭരണപക്ഷത്തിൽ നിന്ന് കോൺഗ്രസ് നശിക്കില്ല, പ്രതിപക്ഷത്തിൽ നിന്ന് CPM നശിക്കില്ല, അല്ലെങ്കിൽ LDF നശിക്കുക എന്നുള്ള ഒരു പ്ലാൻ. ആ ഒരു പ്ലാനിൻ്റെ ഒന്നാം ഘട്ടമായിരുന്നു കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലെ അതായത് വിജയമാണ് LDFൻ്റെ പിന്നെ തുടർഭരണം, UDFൻ്റെ പരാജയം. LDFൻ്റെ തുടർഭരണത്തിന് പിണറായി വിജയൻ ഉണ്ടാക്കിയ ഫീൽ ഗുഡ് ഫാക്ടർ രക്ഷ എന്നുള്ള ഇമേജൊക്കെ പ്രധാനപ്പെട്ട ഘടകം. ആ ഘടകത്തോടൊപ്പം തന്നെ BJPയുടെ ടാക്ടിക്കൽ വോട്ടിംഗ് ഉണ്ടായിരുന്നു. അതായത് LDFൻ്റെ CPM നെഞ്ചത്തോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഒരു വോട്ട് ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഘടകം. മാത്രമല്ല കോൺഗ്രസ് മുമ്പ് ചോദിച്ച് അവരോട് വോട്ട് മേടിച്ചതിൻ്റെ കണക്കുമുണ്ട്. നമ്മൾ മുന്നിലുണ്ടല്ലോ, ബാനർജിയുടെ ആത്മകഥയൊക്കെ ഉണ്ടല്ലോ. അപ്പം രണ്ടാമത്തെ ഘട്ടം, അപ്പോൾ ആ കാര്യം ഒന്ന് ഫ്രജൈലായിട്ടുണ്ട് UDF. രണ്ടാമത്തെ ഘടകം എന്താണ്? രണ്ടാമത്തെ ഘടകം എന്ന് വെച്ചാൽ നിരന്തരമായി എൻഗേജ് ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതകാലത്ത് എവിടെയെങ്കിലും നിങ്ങൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇങ്ങനെ തെരുവിലൂടെ നടക്കുന്ന നിങ്ങൾ സെക്യൂരിറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും. രാജീവ് ഗാന്ധിയൊക്കെ പണ്ട് പല സ്ഥലത്തും പോകുമ്പോൾ നമുക്ക് പേടിയായിരുന്നു. എപ്പോഴാണ് പൊട്ടിക്കുന്നത്? ഒരു പേടിയില്ലാതെ രാത്രിയൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അപ്പം ഒരു വീരപരിവേഷം ഉണ്ടാക്കുക, പ്രധാനമന്ത്രി അവൈലബിൾ എന്ന ഫീൽ ഉണ്ടാക്കുക. അല്ലെങ്കിൽ അവർ കേരളത്തിൽ ഫോക്കസ് ചെയ്യുന്നത് സുരേഷ് ഗോപി എന്ന് വളരെ നമ്മൾ മുമ്പ് പലർക്ക് സംശയമായിരുന്നു. പക്ഷേ അത് വളരെ കൃത്യമാണ്. ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി ഇവിടെ വരുന്നത്. മുഖ്യമന്ത്രിയുടെ മോളെ കല്യാണം പ്രധാനമന്ത്രി നമ്മൾ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ സിനിമക്കാരൻ്റെ മോളെ കല്യാണത്തിന് വരുന്നത്. അത് വെറും വരവല്ല, കാരണസ്ഥാനത്ത് നിന്ന് കല്യാണം നടത്തി കൊടുക്കുക. അപ്പോൾ സുരേഷ് ഗോപി എനിക്ക് പ്രിയപ്പെട്ടവനാണെന്നുള്ള ഫീൽ ഉണ്ടായിരുന്നു. കേരളം വെച്ചാൽ ബിസിനസ്സിൽ ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റിയാണ്. ബേസിക്കലി എല്ലാ സമുദായത്തിലും, ക്രിസ്ത്യാനികളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും നായരുടെ ഇടയിൽ ഈയവരുടെ ഇടയിൽ അതിശക്തമായ ബിസിനസ് ക്ലാസ് കൂടെ ഉണ്ട്. അതിൽ രവി പിള്ളേനെ പോലെയൊക്കെയുള്ള വലിയ ആളുകളുണ്ട്, യൂസഫ് അലി സാറിനൊക്കെ പോലെയുള്ള വലിയ ആളുകളുണ്ട്, മുത്തൂറ്റിനെയൊക്കെ പോലെയുള്ള ചെറിയ ആളുകളുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബന്ധം വളരെ ഇമ്പോർട്ടൻ്റാണ്. സുരേഷ് ഗോപി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അധികാരം കിട്ടിയ സമയത്തൊക്കെ അദ്ദേഹം എന്തൊക്കെ രാഷ്ട്രീയം ഒന്നും നോക്കാതെ ആളുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം സ്വന്തം പോക്കറ്റ് എടുത്തത് ചെയ്യുന്നുണ്ട്. ആ മനസ്സുണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് കാറ്റ് പിടിക്കുന്ന മരങ്ങളിൽ കാറ്റ് പിടിപ്പിക്കും. ആടിക്കളിക്കുന്ന വോട്ടുകളുണ്ട്. ഇപ്പോൾ തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതാണ്ട് ഞാൻ എപ്പോഴും 2014 തന്നെ 34% ഹിന്ദു വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ 34% എന്നുള്ള ഹിന്ദു വോട്ട് എന്നുള്ളത് ഒരു 60% വരെ എത്തിക്കുകയും ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു 20% വരെയൊക്കെ അവർക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ സഭയായിട്ട് ആ സീറ്റ് ചിലപ്പോൾ അവർ ജയിക്കും. അവർ ജയിച്ചു കഴിഞ്ഞാൽ കാറ്റ് പിടിക്കുന്ന മരങ്ങൾ കാറ്റ് പിടിച്ചു പോകും. BJP ജയിക്കില്ല എന്നുള്ളതുകൊണ്ട് വോട്ട് ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പം കാറ്റ് പിടിക്കുന്ന മരങ്ങൾ ആടി കളിക്കുന്നത്. ഇപ്പോൾ CPMൻ്റെ കേഡേഴ്സിനൊന്നും നിങ്ങൾ താജ്മഹൽ ഉണ്ടാക്കി കൊടുത്താൽ നിരന്തരമായിട്ട് എന്നുവെച്ചാൽ പണ്ട് നമ്മൾ ഈ ജോഗ്രഫി പഠിക്കും എങ്ങനെയാണ് വെള്ളം പാറകളെ ഗ്രാനൈറ്റിനെ തകർത്ത്, അതായത് കോടാനുകോടി വർഷം നിരന്തരമായി വെള്ളം ഉറ്റി വീണിട്ടാണ് ഈ പാറകൾ പൊടിഞ്ഞാണ് ഈ പറയുന്ന മണ്ണുണ്ടായതെന്ന് നമ്മൾ ജോഗ്രഫി ജിയോളജി പഠിക്കും. അതുപോലെ നിരന്തരമായ എൻഗേജ്മെൻറ്റിലൂടെ കയറിപ്പോകാൻ പറ്റാത്ത സ്ഥലത്ത് പോയി കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാക്കാനുള്ള സുസംഘടിതവും ആലോചിച്ചുറപ്പിച്ചതുമായ സംഘടിത ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ. അല്ലാതെ വെറുതെ ഒരു കല്യാണം കൂടാൻ വന്നതുണ്ട്. ശരി. അതിനിടയ്ക്ക് TN പ്രതാപന്റെ ഒരു പ്രസംഗം, അത് TN പ്രതാപൻ തൃശ്ശൂരിൽ അതിശക്തനാണ് ഇല്ലേ? കഴിഞ്ഞ തവണ 1 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷം ജയിച്ചയാളാണ്. പ്രതാപൻ ഒരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി വന്ന് മത്സരിക്കണം തൃശ്ശൂരിൽ, എന്നാലേ എനിക്കൊരു രസം ഉണ്ടാവുകയുള്ളൂ. പ്രധാനമന്ത്രി വരികയാണ് തിരുവനന്തപുരത്ത്. തൃശ്ശൂർ സുരേഷ് ഗോപിന് വളരെ കൃത്യമായിട്ട്. ശരി. അതുപോലെ പ്രതാപന്റെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അല്ലല്ലോ, അത് ശ്രീ അനിൽ ബോസ് ആണ്. അനിൽ ബോസ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം യാത്രയിലാണ്. അനിൽ ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ ഇന്ന് 2 ദിവസത്തെ പര്യടനം നാഗാലാൻഡിൽ പൂർത്തിയാക്കി. അതിനു മുമ്പ് 2 ദിവസം മണിപ്പൂരായിരുന്നു. ഇന്നിപ്പോൾ രാത്രി ഞങ്ങൾ ആസാം ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. നാളെ ആസാമിലോട്ട് കടക്കുകയാണ്. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ തെക്കേ ഇന്ത്യൻ ദൗത്യത്തിന് ആ ഒരു സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര മങ്ങിപ്പോയോ? ഒന്നും കുഴപ്പമില്ല. കേരളത്തിൽ അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. ഫക്രുദ്ദീൻ അലിയൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു BJPയിലെ ഒരു പ്രതിനിധി വേണ്ട. വളരെ വിശാലമായ വീക്ഷണകോണിൽ ഫക്രുദ്ദീൻ അലി പറയാം. നമ്മുടെ സ്നേഹിതനാണ്. അദ്ദേഹത്തിന്റെ ആവേശം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സന്തോഷം. അതിനെയൊക്കെ ഞാൻ ഒരു അപഹസിച്ചൊന്നും കാണുന്നില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായാലും അദ്ദേഹം ഏത് സംസ്ഥാനത്ത് പോയാലും അത് വാർത്തയാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായാലും ഏത് രാജ്യത്താണെങ്കിലും ഈ രാജ്യത്താണെങ്കിലും എവിടെ പോയാലും അത് വാർത്തയാണ്. ആ തലത്തിൽ നിൽക്കുന്ന നേതാക്കൾ പോകുന്നതൊക്കെ വാർത്തയാണ്. ഇവിടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് കേരളത്തിൽ പലവട്ടം വന്നിട്ടില്ല, വാർത്തയായിട്ടില്ലേ? നമ്മുടെ നാട്ടുകാരനെ KR നാരായണൻ വരുമ്പോൾ നമ്മൾ എത്രയോ ദിവസം 2-3 ദിവസം പത്രങ്ങൾ അത് തന്നെ ഇല്ല. അപ്പൊ പ്രോട്ടോകോൾ അനുസരിച്ച് ആളുകൾ വരുമ്പോൾ വലിയ പ്രാധാന്യം ഉണ്ടാവും. അതൊന്നും
അതിനെ ഒന്നും ആരും നെഗറ്റീവായി കാണുന്നില്ലെങ്കിൽ പോലും അതുകൊണ്ട് നമ്മളങ്ങ് പിടിക്കും എടുക്കും എന്നൊക്കെ പറയുന്നത് നല്ലതാണ്. അതൊക്കെ പറയുന്നത് നല്ലതാണ്, അത് ആഗ്രഹിക്കുന്നത് നല്ലതാണ്. പക്ഷെ അവിടെ ഒന്നും എടുക്കില്ല. കാരണം തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെയാണ്. തൃശ്ശൂരൊക്കെ വളരെ ജനാധിപത്യ ബോധമുള്ളതാണ്. ഈ നാടകങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധവും സംസ്കാരവുമാണ്. അദ്ദേഹം പറഞ്ഞത് കച്ചവടക്കാർ രവി പിള്ളയെ പോലുള്ള മറ്റോ അത് സ്വാഭാവികം. ഏത് ബിസിനസ്സുകാരും ഇരിക്കുന്ന ഗവൺമെന്റുകളോട് താതാത്മ്യം പ്രാപിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് സുരേഷ് ഗോപിയെ ഒരു മീഡിയേറ്ററായിട്ട് നിർത്തി നേരായതോ നേരല്ലാത്തതോ ആയ കച്ചവടങ്ങൾക്ക് വഴിയൊരുക്കും എന്ന് കരുതി കേരളത്തിലെ മുതലാളികളെല്ലാം കൂടെ അവിടെ പോയി നിന്നാൽ തൃശ്ശൂരിലെ ജനത്തെ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ഈ പരിപ്പൊന്നും ഈ വെള്ളത്തിൽ വേഗത്തില്ല. എന്റെ മനുഷ്യർ വേഗത്തില്ല. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ശ്രീ PN പ്രതാപൻ നടത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധം, രാഷ്ട്രീയമായി കോൺഗ്രസ് പാർട്ടി ഉയർത്തുന്ന പ്രതിപക്ഷ ശബ്ദം, ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ബഹുമുഖമായ വിഷയങ്ങൾ, ആ വിഷയങ്ങളിലാണ് കൃത്യമായ മറുപടി വേണ്ടത്. രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ കുറിച്ച് അനുദിനം വിഷമിക്കുന്ന ആളുകളുടെ മുന്നിൽ സുരേഷ് ഗോപിയുടെ അവിടെ വന്നു കല്യാണം കൂടി അതുകൊണ്ട് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്നവരാണ് മലയാളികൾ എന്നെങ്കിൽ എനിക്ക് പരാതി. അതുപോലെ ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ അഭിമുഖീകരിക്കാൻ കഴിയാതെ ലക്ഷോപലക്ഷം ആളുകൾ ഈ രാജ്യം വിടുകയാണ്. മനസ്സിലായില്ലേ? ഈ രാജ്യം കൊണ്ട് ഏറ്റവും വലിയ തൊഴിലില്ലായ്മയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ലക്ഷോപലക്ഷം ചെറുപ്പക്കാർ കേരളവും മറ്റു സംസ്ഥാനങ്ങളും വിട്ട് മറ്റു തരം രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ അതല്ല ആരുടെയെങ്കിലും കല്യാണത്തിന് പോകുന്നതിനാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ചെയ്യട്ടെ എന്ന്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നതിന് വോട്ട് ചെയ്യുന്നതെങ്കിൽ ചെയ്യട്ടെ എന്ന്, അതല്ല ഏതെങ്കിലും ക്ഷേത്രം എന്ന് പറയുമ്പോൾ അല്ല, ആ അജണ്ട വ്യക്തമാണല്ലോ ശ്രീ അനിൽ ബോസ്. അതിൽ കോൺഗ്രസും വീണു പോയല്ലോ. കോൺഗ്രസ് എന്തായാലും ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അത് ഈ താങ്കൾ BJPയുടെ പ്രതിനിധി വേണ്ട ഫക്രുദ്ദീൻ ഉള്ളപ്പോൾ എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ഫക്രുദ്ദീൻ കോൺഗ്രസിന്റെ ആ നിലപാടിനെ അഭിനന്ദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനും ഫക്രുദ്ദീനും കൂടി ചർച്ചയിലുണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ് ഈ അയോധ്യ വിഷയത്തിൽ എടുത്ത നിലപാട്, സോണിയാഗാന്ധിയും ഖാർഗെയും അധീർ രഞ്ജൻ ചൗധരിയും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് പോകേണ്ട എന്ന തീരുമാനം കോൺഗ്രസ് എടുത്തത് നന്നായി, ആ നിലപാടായിരുന്നു കോൺഗ്രസ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞയാളാണ് ശ്രീ ഫക്രുദ്ദീൻ അലി. അത് ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. പക്ഷേ ഇത് കോൺഗ്രസിന് ആ നിലപാടിലേക്ക് വരാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം UP ഘടകം അവിടെ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കോൺഗ്രസിനൊരു ഏക നിലപാടല്ല ഇത്. അപ്പോൾ ഈ രാമക്ഷേത്രങ്ങളിലൂടെ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് അത് ഏത് നീക്കമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇല്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങളുടെ നേതാക്കൾക്കിടയിൽ തന്നെ അതിൽ ആശങ്ക നിലനിൽക്കുകയാണ്, പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിനെതിരെ തന്നെ. ഇല്ല, നിങ്ങൾക്ക് ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് അറിയാത്ത ഏതെങ്കിലും നേതാക്കൾ പ്രസ്താവനകൾ നടത്തിയാൽ അത് എത്ര വലിയ നേതാവായാലും ചെറിയ നേതാവായാലും അതിനാദ്യം പാർട്ടിയുടെ നയം എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണ്. കാള പറ്റുന്ന കേട്ടുമ്പോൾ കയറെടുക്കുന്ന ആളുകൾക്ക് അത്തരം അബദ്ധങ്ങൾ പറ്റും. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതിന്റെ BJPയുടെ രീതി മനസ്സിലാക്കി ചർച്ചയിൽ തുടക്കം മുതൽ പങ്കെടുത്തയാളാണ്. ആദ്യത്തെ ചർച്ചയിൽ തന്നെ ഞാൻ പങ്കെടുത്ത അഭിപ്രായം പറഞ്ഞതിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ പാർട്ടിയുടെ തീരുമാനമാണ് പറഞ്ഞത്. പാർട്ടി ഏതെങ്കിലും ഒരു രാമഭക്തനായിട്ടുള്ള കോൺഗ്രസുകാരനെയോ അല്ലെങ്കിൽ അല്ലാത്ത ആരെങ്കിലുമോ ക്ഷേത്രത്തിൽ പോകുന്നതിന് വിലക്കിയിട്ടില്ല. അത് മനസ്സിലാക്കേണ്ട ആളുകൾ. ഞങ്ങൾക്ക് പറയാനല്ലേ പറ്റൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗം ചെയ്യാനല്ലേ പറ്റൂ. മല്ലികാർജുൻ ഖാർഗെയ്ക്കും അധീർ രഞ്ജൻ ചൗധരിക്കും സോണിയാഗാന്ധിക്കും ലഭ്യമായ ക്ഷണം അവർ ബഹുമാനപൂർവ്വം സ്വീകരിക്കുകയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ട്രസ്റ്റിന്റെ താല്പര്യം എങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും BJP അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതുകൊണ്ട് രാഷ്ട്രീയ മാമാത്യം ഞങ്ങളില്ല. ഞങ്ങൾ ആ രാമനെ അല്ല എതിർക്കുന്നത്, അവിടെ രാഷ്ട്രീയവൽക്കരണത്തെയാണ് എതിർക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ക്ഷണിച്ച ഞങ്ങൾ എല്ലാ ബഹുമാനത്തോടുകൂടിയും അത് സ്വീകരിക്കുമ്പോൾ തന്നെ ഈ നാടകത്തിന് നിന്നു കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് നിലപാടെടുത്തത്. അതല്ലാതെ ഇന്ത്യയിലെ രാമഭക്തന്മാർ അവിടെ പോകണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു. ഇന്നലെയാണെങ്കിൽ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി നിങ്ങൾ കണ്ടില്ല. രാഹുൽ ഗാന്ധി തന്നെ നമ്മൾ 10 ദിവസം മുന്നേ നടന്ന ചർച്ചയിൽ പാർട്ടി നിലപാട് ബോധ്യമായതുകൊണ്ട്, രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ ഖാർഗെയുടെ നിലപാട് ബോധ്യമായതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചത്. ഇപ്പോൾ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു കോൺഗ്രസ്സുകാരെയും പോകുന്നതിന് വിലക്കിയിട്ടില്ല, ഈ രാജ്യത്ത് ആരെയും പോകുന്നതിന് വിലക്കിയിട്ട് ഞങ്ങൾ പോകാം, അങ്ങനെയൊന്നും ആർക്കും എതിരില്ല, ഇഷ്ടമുള്ള ആർക്കും പോകാം. പക്ഷേ ഇപ്പോൾ നടത്തുന്ന പണി പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ഉദ്ഘാടന മാമാങ്കം എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി സംഘപരിവാർ ശക്തികൾ നടത്തുന്ന നാടകങ്ങളെ എതിർക്കും. ഞങ്ങളൊക്കെ തന്നെ രാമനാമം ജപിച്ച് വളർന്നവരല്ലേ. കുഞ്ഞുനാൾ രാമജന്മഭൂമി എന്നോ ബാബറി മസ്ജിദെന്നോ കേൾക്കുന്നതിന് മുമ്പ് വീട്ടിൽ നിലവിളക്കോളെത്തി പ്രാർത്ഥിച്ച് വളർന്നവരാണ് ഞങ്ങളൊക്കെ. ലക്ഷോപലക്ഷം ആളുകളുണ്ടെന്ന് വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാം കോൺഗ്രസ്. അപ്പൊ അതൊന്നൊരു മാറ്റർ ആയിട്ട് എടുക്കുന്ന ഇപ്പോൾ രാഹുൽ ഗാന്ധി പര്യടനം നടത്തുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ വടക്കേ ഇന്ത്യയും അതുപോലെ തന്നെ വടക്കു കിഴക്കൻ ഇന്ത്യയും ഒക്കെ
ഉറപ്പിച്ചു എന്നുള്ള വിശ്വാസത്തിലാണ് തെക്കേ ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന്റെ ദൗത്യം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ആണല്ലോ തെക്കേ ഇന്ത്യ, ഞാൻ അങ്ങനെയല്ല, അങ്ങനെയാണല്ലോ തെക്കേ ഇന്ത്യൻ ദൗത്യം എന്ന് പറയുന്നത്. അതാണല്ലോ തെക്കേ ഇന്ത്യയിൽ ആകെ 129 സീറ്റുകളിൽ വെറും 29 സീറ്റുകൾ മാത്രമാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേടാൻ കഴിഞ്ഞത്. അതൊരു പരമാവധിയായിരുന്നു. അതിനപ്പുറത്തേക്ക് സീറ്റുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ള ലക്ഷ്യം ഈ തെക്കേ ഇന്ത്യൻ ദൗത്യത്തിന് ഉണ്ട് എന്ന കാര്യം കോൺഗ്രസിന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ അല്ലേ? അത് കർണാടകത്തിനും അപ്പുറം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി, അത് തെലങ്കാനയും ഉൾപ്പെടുന്നു, ആന്ധ്ര ഉൾപ്പെടുന്നു, തമിഴ്നാട് ഉൾപ്പെടുന്നു, കേരളവും ഉൾപ്പെടുന്നു. അതിനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് രാഹുൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ യാത്രയാണ്. അവിടെ പക്ഷേ BJP ഇതിനകം തന്നെ ഉറപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. മഞ്ജുഷ, ഈ രാജ്യത്ത് അംഗീകാരമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്ന ജയിക്കാനാണ്. അതിന് പ്രധാനമന്ത്രിയെന്നോ രാഹുൽ ഗാന്ധിയെന്നോ ഒന്നും വ്യത്യാസമില്ല. അങ്ങനെ ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വർക്ക് ചെയ്യും, അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയും, അത് മെനഞ്ഞോട്ടെ എന്ന് നമുക്കതിന് തർക്കമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞല്ലോ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, വടക്കുകിഴക്ക് രാശി എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. ഹൈന്ദവ വിശ്വാസികൾക്ക് അറിയാം, അത് രാശി കിണർ കുത്തുന്ന സ്ഥലമാണ്. ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വെള്ളമാണ്. അപ്പൊ അവിടുന്ന് ആ തുടക്കം, വടക്ക് കിഴക്കൻ രാശിയിൽ നിന്നാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ തുടക്കം. ഞാനിവിടെ വരുന്നത് 12-ാം തീയതിയാണ്. 12-ാം തീയതി മണിപ്പൂരിൽ ഇംഫാൽ എയർപോർട്ടിൽ വന്ന് ഡൽഹിയിൽ നിന്ന് ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ ഞാൻ വണ്ടി വിളിച്ച ഉടനെ അവർ ചോദിക്കുന്നത് എങ്ങോട്ടാണ്. ഒരു മേഖല പറഞ്ഞപ്പോൾ അങ്ങോട്ട് നമ്മളെ പോകില്ല, കുക്കി ആ ഡ്രൈവർ ആണെങ്കിൽ അങ്ങോട്ട്, മെയ്തൈ ആണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, സംഘപരിവാർ ശക്തികൾ അവിടുത്തെ സംസ്ഥാനം ഭരിക്കുകയാണ്. അവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് പരിഹരിക്കാൻ കഴിയുന്നില്ല. ഈ യാത്ര കടന്നു പോകുന്ന സമയത്ത് അതിലൊരു ദിവസം ഞാൻ വളരെ ഇന്ത്യയുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ട ഏറ്റവും ടോപ്പായിട്ടുള്ള വീട്ടിലാണ് ഞാൻ താമസിച്ചത്, എന്റെ നാട്ടിൽ നിന്നുള്ള. എനിക്ക് പേര് റിവീൽ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വീഡിയോയിൽ കണ്ടു. 160 പേര് മരിച്ചു എന്നാണ് മാധ്യമങ്ങളുടെ കണക്ക്. 4000-ത്തിലധികം പേർ മരിച്ചു. നിങ്ങൾ ഉടനെ പറയാം ഇത് ഡോക്യുമെന്റ് കൊടുക്കാൻ പറഞ്ഞാൽ അവരെ പേര് മെൻഷൻ ചെയ്യേണ്ടതുകൊണ്ട് അവരുടെ പണിയെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഞാൻ അവിടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയുണ്ടായി. ഞാനവിടെ പലയിടങ്ങളിലും വാർ മെമ്മോറിയൽ അടക്കം മുതലാൻ കിടക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത്. അവിടെ പോകാൻ കഴിയില്ല. മ്യാൻമാറിലേക്ക് 100 കിലോമീറ്ററേ ഉള്ളൂ ഇംഫാലിൽ നിന്ന്, പോകാൻ കഴിയില്ല. കാരണം അവിടെ പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യത്ത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ആരാ? ആ സംസ്ഥാനത്തെ ഗവൺമെന്റ്, ഇന്ത്യയുടെ ഭരണകൂടം ഒരു ദിവസമെങ്കിലും പോയിട്ടുണ്ടോ? എന്താ നിലപാട്? ഒരു സംസ്ഥാനത്ത്, മതേതര രാജ്യം എന്ന് പറയുന്ന നമ്മുടെ സ്ഥലത്ത് നമ്മളെല്ലാവരും ഏറെ അഭിമാനിക്കുന്ന വ്യത്യസ്തതകളും വൈവിധ്യങ്ങളുമുള്ള ഈ രാജ്യത്തിന്റെ മഹത്തായ സംസ്കാരത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന നമ്മൾ അവിടെ ചിലപ്പോൾ ജാതി നോക്കി വണ്ടി വിളിക്കേണ്ടി വരുന്ന ഗതികേട്, പോകുന്ന വണ്ടികൾ പെണ്ണുങ്ങൾ ഉൾപ്പെടെ തടഞ്ഞു നിർത്തി സമുദായം പരിശോധിക്കുന്ന നിലപാട്, മതം പരിശോധിക്കുന്ന നിലപാട്, അവരെ ആക്രമിക്കുന്ന, നിങ്ങൾ പരിശോധിച്ചു നോക്കി, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന്. ഞങ്ങൾ മണിപ്പൂരിലെ 1-ാം പര്യടനം കഴിഞ്ഞ് 2-ാം പര്യടനം കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ അവിടെ വെടിവെപ്പും കാറകത്തിക്കലും നടക്കാണ്. 4 പേർ കൊല്ലപ്പെട്ടു. മനസ്സിലായി? എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു? ഇതെല്ലാം ഗവൺമെന്റിന്റെ ഡയറക്ഷൻ. അതുപോലെ തന്നെ മിലിറ്ററി, ആസാം റൈഫിൾ അടക്കമുള്ള മിലിറ്ററി ഏജൻസികൾക്ക് ഒരു കാരണവശാലും പ്രതിപക്ഷത്തിന് പ്രോപ്പർ വേ പോകാൻ കഴിയില്ല എന്നുള്ളതിൽ മണിപ്പൂരിൽ ഞങ്ങൾ തീരുമാനിക്കുന്ന വഴി മാറ്റുന്നു, ഉദ്ഘാടന വേദി മാറ്റുന്നു. ഇപ്പോൾ നാഗാലാൻഡിൽ ഞങ്ങൾ കടന്നു പോകുന്ന വഴി മാറ്റുന്നു. ഞങ്ങൾ ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിച്ച യാത്രയാണ്. 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് കടന്നു പോകേണ്ട സ്ഥലത്ത് ഇപ്പോഴാണ് എത്തിയത്. നിങ്ങളൊന്ന് നോക്ക്, വീഡിയോ വിഷ്വൽസ് നോക്ക്. റോഡ് BJPയും സഖ്യകക്ഷിയും ഭരിക്കുന്ന സംസ്ഥാനമാണ് നാഗാലാൻഡ്. 2 ദിവസമായി എവിടെയാണ്? 2 ദിവസം യാത്ര. ഇതിലും ഭേദം 4050 കിലോമീറ്റർ നടന്നയാളെ കന്യാകുമാരി ടു കാശ്മീർ. ഇത് തന്നെയായിരുന്നു ഭേദം. കാരണം 2 ദിവസം വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. നാഷണൽ ഹൈവേ 2 എന്ന് പറയുന്ന നമ്പറിൽ പറയുന്ന റോഡിലൂടെ തോട്ടിൽ കൂടെ പോയാൽ ഇതിനേക്കാൾ ഭേദമാണ്. എന്റെ നാട്ടിലെ കുട്ടനാട്ടിലെ തോട്ടിൽ കൂടെ പോയാൽ ഇതിനേക്കാൾ ഭേദമാണ്. നീന്തി പോയാൽ പോലും ഇത്രയും ക്ഷീണിക്കത്തില്ല. അപ്പൊ അത്രയും പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോഴും ഈ നാഗാലാൻഡിൽ സഖ്യകക്ഷി ഗവൺമെന്റ് ഇരിക്കുന്നിടത്ത്, BJPയുടെ ഗവൺമെന്റ് ഇരിക്കുന്നിടത്ത് ജനോപകാരപ്രദമായ ഒരു നടപടിയും ഗവൺമെന്റ് ഉണ്ടാകുന്നില്ല. ഞാൻ വീഡിയോ വിഷ്വൽസ് അയച്ചുതരാം, ഞങ്ങൾ കടന്നു വന്ന വഴികൾ അയച്ചുതരാം. നിങ്ങൾക്കറിയാമല്ലോ, സാങ്കേതികമായി ഒരുപാട് മീറ്റിംഗ് റൂമുകൾ അടക്കം സജ്ജീകരിച്ചുകൊണ്ട് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതും ബസ്സിലാക്കിയിട്ട് ആ ബസ്സിന്റെ മുകളിൽ നിന്ന് പബ്ലിക്കിനെ അഭിവാദ്യം ചെയ്യാൻ കഴിയുന്ന വാഹനമാണ്. ഇന്ന് ഞങ്ങൾക്കത് കയറാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ കാറിലാണ് രാഹുൽ ഗാന്ധി യാത്ര ചെയ്തത്. വാഹനങ്ങൾക്ക് യാത്ര ചെയ്ത് പോകാൻ കഴിയുന്നില്ല. മീഡിയ ടീമിനോട് നിങ്ങൾ അന്വേഷിക്കുക. മീഡിയ ടീമൊക്കെ ഞങ്ങളുടെ എൻഡിങ് പോയിന്റിലാണ്, ആസാം ബോർഡറിലാണ് എത്തിയത്. അല്ലാതെ എത്താൻ കഴിയില്ല. വേറെ റൂട്ടിലാണ് വന്നത് രാവിലെ തൊട്ട് യാത്ര ചെയ്തിട്ട്. അപ്പൊ ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം അമ്പലം, പള്ളി, വിശ്വാസം അത് കൈ വെച്ചാണ്. ശരി ശരി ശ്രീ അനിൽ ബോസ് ദയവായി തുടരുക. ഇപ്പോൾ ശ്രീമതി TP സിന്ധുമോൾ ചേരുകയാണ്, BJP നേതാവ്. ശ്രീമതി TP സിന്ധുമോൾ, ഇപ്പോൾ അനിൽ ബോസ് അനുഭവങ്ങൾ വിവരിച്ചത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി നയിക്കുന്ന
ഭാരത് ജോഡോ ന്യായ് യാത്ര നടക്കുകയാണല്ലോ, അതിന്റെ കാര്യങ്ങളാണ്. ശ്രീ അനിൽ ബോസ് ആ യാത്രയ്ക്കൊപ്പമുണ്ട്. നാഗാലാൻഡ് കടന്നു, നാളെ അസമിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ യാത്ര. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഒരു അവസ്ഥയാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെയൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നില്ലല്ലോ, തുടർച്ചയായ തെക്കേ ഇന്ത്യൻ സന്ദർശനം എന്തിനു വേണ്ടി? ആ ഒരു സംശയമാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. ശ്രീമതി രാജ്യത്തെ ജനങ്ങൾ അറിഞ്ഞുകൊല ചെയ്യപ്പെടുമ്പോൾ പോകാത്ത പ്രധാനമന്ത്രി കല്യാണത്തിൽ പോകുന്നതാണോ മഞ്ജുഷ? ശരി, ശ്രീമതി ടി പി സിന്ധുമോൾ. മഞ്ജുഷ, എനിക്ക് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്, എന്നാലും ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണ്. കുറച്ചൊരു വേഗമായിരുന്നു ശബ്ദം. നരേന്ദ്രമോദിജി ഈ രാജ്യം ഒട്ടുക്ക് യാത്ര ചെയ്യുന്ന ആളാണ്, യാത്ര ചെയ്തിട്ടുണ്ട്. രാജ്യം വിട്ട് ലോകങ്ങൾ ചുറ്റി വന്നിട്ടുള്ള ആളാണ്. നമുക്കറിയാം, ഒരു സമയത്ത് ഇവരെല്ലാം പറഞ്ഞത് ഈ രാജ്യത്ത് മോദിജിയെ കാണാൻ കിട്ടുന്നില്ല എന്നായിരുന്നു. പക്ഷെ മോദിജി മറ്റു രാജ്യങ്ങൾ സന്ദർശിച്ചു വന്നതിന്റെ ഗുണഫലം എന്താണെന്ന് ഇന്ന് ഇന്ത്യ മഹാരാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു പല നേതാക്കന്മാരും പോയിട്ടുണ്ട്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച കോൺഗ്രസിന്റെ വക്താവായ ശ്രീ അനിൽ ബോസിന്റെ നേതാക്കന്മാരുൾപ്പെടെ ചൈനയിലും അമേരിക്കയിലും ഒക്കെ പോയി വന്നിട്ടുണ്ട്. വിവാദങ്ങൾ ഉണ്ടാക്കാനും ഇന്ത്യയെ ഇകഴ്ത്താനും ഭാരതത്തിന്റെ യശസ് കുറയ്ക്കാനും അല്ലാതെ മറ്റൊന്നിനും അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദി രാജ്യം ചുറ്റി വന്നാൽ, ലോകം ചുറ്റി വന്നാൽ ഈ ഭാരതത്തിന്റെ യശസ് ലോകത്തിന്റെ നെറുകയിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഓരോ തവണയും എവിടെയും പോയി വന്നിട്ടുള്ളത്. ഇവരുടെ ഇപ്പോഴത്തെ പരാതി അദ്ദേഹം മണിപ്പൂരിൽ പോകുന്നില്ല, നാഗാലാൻഡിൽ പോകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം 2024 നമ്മൾക്ക് അധികം വൈകാതെ തന്നെ ഒരു 100 ദിവസത്തിന് ശേഷം, 100 ദിവസം അപ്പുറത്തേക്ക് വരാനിരിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് രാജ്യം. ആ സമയം നമ്മൾക്ക് കാത്തിരുന്ന് കാണാം. ഈ മണിപ്പൂരിലെയും നാഗാലാൻഡിലെയും ഉൾപ്പെടെ ഈ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മളുടെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടെ ആരോടൊപ്പമാണ് എന്ന് നമ്മൾ അറിയാൻ പോവുകയാണ്. ഇവിടെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം യാത്ര നടത്തിക്കോട്ടെ. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ആർക്കും യാത്ര നടത്താം, ജനങ്ങളോട് ഏത് രാഷ്ട്രീയക്കാരനും ഏതു രീതിയിലും സംവദിക്കാം. അതൊന്നും ഇവിടെ ആരും തടസ്സപ്പെടുത്തുന്നില്ല. നരേന്ദ്രമോദിയും കൃത്യമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിന് ഒരു പുതിയ മാനമുണ്ട്. 2014 മുതൽ അദ്ദേഹം സംസാരിക്കുന്ന രാഷ്ട്രീയം രാജ്യം കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു പ്രത്യേക മാനം കൈവരിച്ചിട്ടുണ്ട്. അതാണ് വികസനത്തിന്റെ രാഷ്ട്രീയം. അദ്ദേഹം എവിടെ സംസാരിച്ചാലും ആ വികസനം, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ, ഈ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ എണ്ണി എണ്ണി പറയുമ്പോൾ അത് ഈ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന, കോടിക്കണക്കിന് വരുന്ന ജനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഓരോ വേദിയിലും അദ്ദേഹം പറയുന്നത്. ഇന്ന് കേരളത്തില് കൊച്ചിയില് BJPയുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരെ അഭിസംബോധന ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങിയ സമയത്ത് കുറച്ചു സമയം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് കേന്ദ്ര പദ്ധതികൾ കൊണ്ട് ഈ രാജ്യത്തിനുണ്ടായ ഗുണഗണങ്ങളെ കുറിച്ചാണ്. ഇവിടുത്തെ ഗുണഭോക്താക്കളെ നിങ്ങൾ ശക്തി കേന്ദ്ര ഇൻചാർജുമാർ, ബൂത്ത് തല പ്രവർത്തകർ നേരിട്ട് പോയി കാണണം, അവരോട് വീടുകളിൽ കയറി ചെന്ന് സംസാരിക്കണമെന്നാണ് മോദിജി ഞങ്ങളോട് പറഞ്ഞത്. കാരണം അത്രയും വലിയൊരു ആത്മവിശ്വാസം ഒരു പ്രധാനമന്ത്രി ഞങ്ങൾക്ക് തരുമ്പോൾ അത് വളരെ വ്യക്തമല്ലേ? ആ ചിത്രം വളരെ വ്യക്തമല്ലേ മഞ്ജുഷേ? അത്രയധികം പദ്ധതികൾ, ഗുണഭോക്താക്കൾ ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായതുകൊണ്ടല്ലേ നരേന്ദ്രമോദി നേരിട്ട് വന്ന് പ്രവർത്തകരോട് പറയുന്നത് നിങ്ങൾ വീടുകളിലേക്ക് കയറി ചെന്ന് ഈ ഗുണഭോക്താക്കളെ കണ്ടുകൊണ്ട് ഈ ഭാരതം ഒന്നിച്ചു പോകാൻ കേരളത്തിന്റെയും കൂടി ആവശ്യമുണ്ട്, കേരളം കൂടി ഒന്നിച്ചു വരണമെന്ന് പറയാൻ അദ്ദേഹം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ കേരളത്തിൽ ഉൾപ്പെടെ ആ പദ്ധതികൾ എത്തിയത് കൊണ്ടാണ്. അനിൽ ബോസ് പറയുകയായിരുന്നു, അദ്ദേഹത്തിന്റെ ശബ്ദം അത്ര ക്ലിയർ അല്ലായിരുന്നു. പക്ഷെ അനിൽ ബോസ് പറയുന്നത് 2014 മുൻപുള്ള പദ്ധതികളെക്കാൾ കൂടുതലായിട്ട് എന്താണുള്ളത് എന്ന്. 2014 മുമ്പ് ഇന്ത്യ മഹാരാജ്യത്തിന് വിവിധ ഗവൺമെന്റുകളുടെ 284 പദ്ധതികൾ ഉണ്ടായിരുന്നു. അതിനപ്പുറമുള്ള ഉണ്ടാക്കിയ ഏത് പദ്ധതിയാണ് ജനോപകാരപ്രദമെന്ന് പ്രത്യേകമായി മെൻഷൻ ചെയ്തതെന്നല്ല. കേൾക്കുന്നുണ്ടോ ശ്രീമതി ടി പി സിന്ധുമോൾ? കേൾക്കുന്നുണ്ടോ? ഹലോ, ശബ്ദം വളരെ കുറവാണ് മഞ്ജുഷ. അതായത് അനിൽ ബോസ് പറയുകയായിരുന്നു 2014 മുൻപ് ഉണ്ടായിരുന്ന പദ്ധതികളെക്കാൾ അപ്പുറം എന്ത് പദ്ധതികളാണ് ഉള്ളതെന്ന്.
മഞ്ജുഷ 284 പദ്ധതികൾ. അതെ, ഒരു 284 പദ്ധതികളുടെ കാര്യം അദ്ദേഹം പറയുന്നു. വിവിധ സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഈ 2014 മുൻപുള്ള പദ്ധതികൾ, അതിനപ്പുറം ഒന്നുമില്ല. അതായത് ഈ മോദി ഗ്യാരണ്ടി ഒന്നുമല്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതിന്റെ വ്യക്തമായ ഉത്തരം ഞാൻ പറയാം. നിങ്ങൾക്ക് വീട് പണിയാൻ ഇന്ന സ്ഥലത്ത് ഞാനൊരു കല്ലിട്ട് തരുന്നു എന്ന് പറഞ്ഞ്, മഞ്ജുഷേ, നിങ്ങൾക്ക് വീട് പണിയാൻ ഞാൻ ഒരു സ്ഥലത്ത് ദാ കല്ലിട്ട് തരുന്നു എന്ന് പറഞ്ഞ് ആ ഒരൊറ്റക്കല്ലിൽ വീടുണ്ടാവുമോ? എന്തെല്ലാം മറ്റു കാര്യങ്ങൾ അവിടെ വേണം. ഇവര് പദ്ധതികളെ കുറിച്ച് പറയുന്നു. എന്ത് പദ്ധതികളാണ് ജനങ്ങൾക്ക് ഇതുപോലെ പ്രാവർത്തികമാക്കാൻ 60 വർഷക്കാലത്തെ UPA ഗവൺമെന്റിന്, കോൺഗ്രസ് ഗവൺമെന്റിന് സാധിച്ചത്? ഞാൻ എടുത്തു പറയാം. കേരളത്തില് 3.6 ലക്ഷം രാജ്യത്ത് ഇന്ദിരാഗാന്ധി ആവാസ് യോജന എന്ന ഭവന പദ്ധതിയാണ് രാജ്യത്ത് ആദ്യമായി ദേശീയ തലത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. അതിന്റെ ഗുണമനുഭവിച്ച ലക്ഷോപലക്ഷം ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾ കല്ലിട്ടാൽ എത്ര വർഷം കൊണ്ട്? ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു. ഞാൻ ശ്രീ അനിൽ ബോസ്, ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ 60 വർഷക്കാലം നിങ്ങൾ പദ്ധതികൾ നടപ്പിലാക്കിയില്ല എന്നൊന്നും പറയുന്നില്ല. ഇല്ല, നിങ്ങൾ പദ്ധതികൾ നടപ്പിലാക്കിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ 60 വർഷക്കാലം കൊണ്ട് ഇവിടെ നടപ്പിലാക്കി എന്ന് പറയുന്ന ഇന്ദിരാ ആവാസ് യോജനയെ പറയുന്നു. ഞാൻ പറയട്ടെ, 14 മുതൽ ഈ രണ്ടാം ടേം അവസാനിക്കാൻ പോകുന്ന ഈ കാലയളവിൽ ഏതാണ്ട് 1.55 ലക്ഷം വീടുകൾ അർബൻ മേഖലയിലും റൂറൽ മേഖലയിലുമായിട്ട് ഈ കേരളത്തിൽ മാത്രം പണിത് കഴിഞ്ഞു. കേരളത്തിന്റെ കണക്ക് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് അതിന്റെ കണക്ക് പറയാൻ സാധിക്കുമോ? 60 വർഷക്കാലം ചെയ്തതും ഞാനതാണ് പറഞ്ഞത്. 60 ഞങ്ങളാണ് ഇവിടെ വീട് കൊടുത്തതെന്ന് CPM പറയുന്നത് പോലെയാണ്. നിയമസഭയിൽ ഇന്നത്തെ CPM നേതാക്കളുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള CPM-ന്റെ മന്ത്രിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള CPM-ന്റെയും കോൺഗ്രസിന്റെയും MLA-മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട്. വിത്ത് ഓൺ റെക്കോർഡ് നിയമസഭാ രേഖ, സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ഏറ്റവും കൂടുതൽ ഭവന പദ്ധതികൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് നടന്നത്. അത് കേന്ദ്ര പദ്ധതികളുടെ ഭാഗമാണെന്നേ. കേന്ദ്ര പദ്ധതികളും സംസ്ഥാന സർക്കാരും കൂടി സംയുക്തമായി ചേർന്നു വിവിധ ക്ഷേമനിധി ബോർഡുകൾ ചേർന്ന് ഉണ്ടാക്കിയ വീടുകൾ 4 ലക്ഷം വീട് കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. ഇത് കേരളത്തിലെ ഞങ്ങളെ എതിർക്കുന്ന പാർട്ടിയുടെ മന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ കൊടുത്താണെന്ന് പറഞ്ഞാൽ ശരിയാക്കാം. രാജ്യത്ത് കോവിഡും ലോക്ക്ഡൌണും വന്നപ്പോൾ പാവപ്പെട്ട ആളുകൾ പട്ടിണിയില്ലാതെ കുടുംബങ്ങളെ അതിജീവിച്ചത് ഭക്ഷ്യസുരക്ഷ. ശരി, സിന്ധുപോൾ പറഞ്ഞോളൂ. ഇവിടെ ശ്രീ അനിൽ ബോസ്, നിങ്ങൾ ഇവിടെ ഞാൻ ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നു. നിങ്ങൾ ഇവിടെ വികസന പദ്ധതികൾ, ഓരോ വീട്ടിലും ഇത്രയും വികസന പദ്ധതികൾ നടപ്പിലാക്കി നിങ്ങൾ ഇപ്പോഴും അഭിമാനപൂർവ്വം പറയുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് തുടർഭരണം നഷ്ടപ്പെട്ടു? നിങ്ങൾക്ക് എവിടെയാണ് തുടർഭരണം നഷ്ടപ്പെട്ടത്? എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? കൃത്യമായി നിങ്ങൾ 2014 ശേഷം 19 പൂർത്തിയാകുമ്പോൾ നിങ്ങൾ പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ ഇനി ഒരിക്കലും ഇന്ത്യയിൽ അധികാരത്തിൽ വരില്ല എന്ന്. പക്ഷെ വന്നില്ലേ? ിന്റെ 80% നിങ്ങൾ നടത്തിയത് അഴിമതി പദ്ധതികളാണ്. ഈ രാജ്യത്ത് കോൺഗ്രസ് നടപ്പിലാക്കിയത് അഴിമതി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കുടുംബാധിപത്യത്തിലും അഴിമതി പദ്ധതികളിലും മാത്രം മുങ്ങിൽ നിന്ന് ഭരണം നടത്തിയത് കൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ തിരസ്കരിച്ചത്. അവിടെയാണ് ഒരു പ്രധാനമന്ത്രി 1 രൂപയുടെ അഴിമതി പോലുമില്ലാതെ ഈ 10 വർഷക്കാലം എങ്ങനെ ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാമെന്നും വികസന പദ്ധതികൾ എത്തിക്കാമെന്നും ഉദാഹരണ സഹിതം കാണിച്ചു കൊടുത്തത്. ഇവിടെ 11.46 ലക്ഷം പെൺകുഞ്ഞുങ്ങൾക്ക് 10 വയസ്സിൽ താഴെയുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് സുകന്യാ സമൃദ്ധി പദ്ധതി, അത് നിങ്ങളാണ് ചേർത്തതെന്ന് പറയുവോ? ഇവിടെ ഗർഭിണികളായ സ്ത്രീകളുടെ സമയത്ത് ഒരു അക്കൗണ്ട് ബാങ്കിൽ പോകാൻ
അത് തീരുമാനിച്ച പ്രധാനമന്ത്രി, അത് തീരുമാനിച്ച ശരി മതി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവകാശവാദം നിർത്തുക. ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ മോഹൻ വർഗീസ് കൂടിയുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയുടെ ഗ്യാരണ്ടി എന്ന വിഷയത്തിൽ ഊന്നി തന്നെയാണ് ഇന്നും കേരളത്തിൽ പ്രസംഗിച്ചത്. അതിൽ ഒരു പടി കൂടി അദ്ദേഹം മുന്നോട്ട് വന്നിട്ട് എന്താണ് മോദിയുടെ ഗ്യാരണ്ടി എന്നതിൽ വിശദീകരണവും നൽകുകയുണ്ടായി. ഗ്യാരണ്ടികൾ പാലിക്കുന്നതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് അതുകൂടി അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കൂടാൻ വേണ്ടി കേരളത്തിലേക്ക് വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അത് ശരിയായില്ല, അതിന്റെ ആവശ്യം എന്തിനായിരുന്നു എന്ന് ശ്രീ അനിൽ ബോസ് ചോദിക്കുന്നു. നാഗാലാൻഡിലും മണിപ്പൂരിലുമൊന്നും പ്രധാനമന്ത്രിയെ കണ്ടില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. പക്ഷേ ഒരു വെറും കല്യാണം കൂടുതലല്ലോ ഇതിന് പിന്നിലെ കൃത്യമായ രാഷ്ട്രീയം അത് ഈ തെക്കൻ ദൗത്യത്തിൽ ഉൾപ്പെടുന്ന ഒരു തൃശ്ശൂർ എടുക്കൽ അല്ലേ, അതല്ലേ? അതെ മഞ്ജുഷ്, സാധാരണ ഈ ഗ്യാരണ്ടിയൊക്കെ കൊടുക്കുന്നത് കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഗ്യാരണ്ടി കൊടുക്കുന്ന, അതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇവിടെ ലോകത്ത് ഏറ്റവും മൂല്യമുള്ള ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡായി ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുകയാണ്. അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് താനും. അപ്പം ഇവിടെ ഒരു ബ്രാൻഡിൻ്റെ ഗ്യാരണ്ടി ഫലപ്രദമാകണമെങ്കിൽ ആ ബ്രാൻഡിന് വിഡ്ത്ത് ഉണ്ടാവണം. അത് നേഷൻ വൈഡ് വിഡ്ത്ത് ഇല്ല എന്ന് തോന്നുമ്പോഴാണ് എവിടെയെല്ലാമാണോ ആ ബ്രാൻഡിൻ്റെ പെനിട്രേഷൻ കുറവ് ആ ഭാഗത്തേക്ക് ബ്രാൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് മഞ്ജുഷ് കേരളത്തിലേക്ക് കഴിഞ്ഞ 8 മാസത്തിനുള്ളിൽ 3ാമത്തെ പ്രാവശ്യമാണ് ശ്രീ നരേന്ദ്രമോദി എത്തുന്നത്. അപ്പം ഇവിടെ ആ ബ്രാൻഡിന് ചില തെളിയിക്കാനുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിലും പറഞ്ഞു. ചില കാര്യങ്ങൾ അവിടെ തെളിയിക്കാനുള്ളത് കൊണ്ടാണ് ഇവിടെ വീണ്ടും വരേണ്ടി വരുന്നത്. ഇവിടെ വ്യക്തമായ ഒരു പദ്ധതി കാണുന്നുണ്ട്, ഒരു രാഷ്ട്രീയ പദ്ധതിയാണ്. ഒരു രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രൊജക്റ്റ് ചെയ്യുന്ന, ആ കക്ഷി പ്രൊജക്റ്റ് ചെയ്യുന്ന സുപ്രീം ലീഡർ, വൺ ലീഡർ, മറ്റാരെയും പ്രൊജക്റ്റ് ചെയ്യുന്നില്ല, വൺ ലീഡർ. ആ ലീഡറിനെ വെച്ചുകൊണ്ട് രാജ്യമാസകലം കേരളത്തിൽ ഉൾപ്പെടെ ആ ഒരു ബ്രാൻഡ് വാല്യൂ വീണ്ടും 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 ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ ലജ്ജാവതി എന്ന പാട്ട് പല 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 പ്രാവശ്യം വീണ്ടും വീണ്ടും കാതുകളിൽ മുഴങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിചിതത്വം, ഈ അപരിചിതത്വത്തിൽ നിന്നും ഒരു പരിചിതമായ ഒരു സ്വരത്തിലേക്ക്, ഈണത്തിലേക്ക്, മുഖത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ കാണുന്ന കാഴ്ച സംഘടനാതലം ഇപ്പോൾ കഴിഞ്ഞ 2 യാത്രകളിലും ഫോക്കസ് ചെയ്തത് യൂത്ത് ആൻഡ് വിമൻ. ഇപ്രാവശ്യം നമ്മൾ കാണുന്ന ഒരു ചിത്രമെന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കോർ കോമ്പിറ്റൻസി മറ്റൊരു കക്ഷിക്കും അവകാശപ്പെടാൻ ആവാത്തതും ഒരു പരിധിവരെ ഇടതുപക്ഷത്തിന് അവകാശപ്പെടാം, CPM-ന് അതിൻ്റെ ഒരു കെയ്ഡർ സ്വഭാവമുള്ള പാർട്ടി ആയതുകൊണ്ട് RSS എന്ന ഒരു വലിയ സംവിധാനം, RSSന് ഏറ്റവും അധികം ശാഖകളുള്ള പെനിട്രേഷനുള്ളൊരു സംസ്ഥാനമാണ് കേരളം. എന്നിരുന്നാലും എന്തുകൊണ്ട് ഈ BJPക്ക് ലഭിക്കുന്ന ഒരു സപ്പോർട്ട് ബേസിനെ വോട്ടാക്കിയും സീറ്റാക്കിയും കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നത് വലിയ ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് പാർട്ടിക്കുള്ളിൽ ഒരു പക്ഷേ വിധേയമാക്കിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ബൂത്തുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 4 ബൂത്തുകൾ അടങ്ങുന്ന ശക്തി കേന്ദ്രങ്ങൾ. ഈ ശക്തി കേന്ദ്രങ്ങൾക്ക് ഒരു തലവനുണ്ട്. ആ തലവൻ, അപ്പോൾ ആ ശക്തി കേന്ദ്രങ്ങളുടെ ആളുകളെ, ഗ്രാസ് റൂട്ട് ലെവൽ ലീഡേഴ്സിനെ കൊണ്ടുവന്ന് അവരോട് സുപ്രീം ലീഡർ നേരിട്ട് സംവദിക്കുകയാണ്. അപ്പോൾ പോകൂ, ബൂത്തുകൾ പിടിക്കൂ, ബൂത്ത് ബൈ ബൂത്ത് ബൈ ബൂത്ത് ബൈ ബൂത്ത്. ഇതാണ് ചിട്ടയായ പ്രവർത്തനം. അതിനുവേണ്ടി അണികളെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ബൂത്ത് തലത്തിൽ സജ്ജമാക്കാനുള്ള ഒരു സംവിധാനം അത് പാർട്ടി ചെയ്യേണ്ട കാര്യമാണ്. RSSന്റെ സഹായത്തോടു കൂടി ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്നു. എന്നാൽ പൊതുജനങ്ങളോട് ഈ വരവിൻ്റെ പിന്നിൽ ത്രിതല ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഏതാനും ദിവസങ്ങൾക്കുള്ള സംഭവിക്കുന്നു, 22-ാം തീയതി സംഭവിക്കുന്നു. അതിനെ മനസ്സുകളെ ഒരുക്കുക, ഒരുപക്ഷെ ഹൈന്ദവ മനസ്സുകളെ ഒരുത്തുക, രാഷ്ട്രീയത്തിന് അതീതമായി മനസ്സുകളെ ഒരുക്കുക. അതുകൊണ്ടാണ് രാമജ്യോതി തെളിയിക്കണം ഓരോ വീട്ടിലും എന്ന് കേരളീയരോടായി പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. അതുമാത്രമല്ല, രാമക്ഷേത്രങ്ങളിൽ പോവുക, പരമാവധി ക്ഷേത്ര സന്ദർശനങ്ങളിലൂടെ ആ വിശ്വാസത്തിൻ്റെ ആ തലം എക്കാലത്തും BJPയുടെ ഒരു കോർ സ്ട്രെങ്തായ വിശ്വാസ തലം ഉറപ്പിക്കുക. അതോടൊപ്പം തന്നെ കേന്ദ്രം വിചാരിക്കണം, കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടണമെങ്കിൽ റെയിൽവേ, വന്ദേ ഭാരതം ട്രെയിൻ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വരുന്നത് നമ്മൾ കണ്ടു. അതുപോലെ കൊച്ചി കപ്പൽ നിർമ്മാണശാല, അതുപോലെ തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ട്, ഇതെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഗ്യാസ് ഫില്ലിംഗ് പ്ലാന്റ് എന്ന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേരളീയർ വലിയ ഒരു പ്രീമിയം കൽപ്പിക്കുന്നുണ്ട്.
അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ കേന്ദ്രവുമായി സഹകരിച്ച് നിന്നാൽ, കേന്ദ്രത്തിനൊക്കെ MP-മാരെ എത്തിച്ചാൽ അടിസ്ഥാന സൗകര്യ വികസനം ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ഒരുതരം ഇഫ് യു ഡു ഇറ്റ് ഐ വിൽ പ്രൊവൈഡ് എന്ന ഒരു തരം ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു ചൂണ്ട എറിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ജനത്തെ നോക്കി പ്രധാനമന്ത്രി. അത് പോസിറ്റീവായിട്ടും കാണാം, അതിനെ നെഗറ്റീവായിട്ടും കാണാം. വികസനമാണല്ലോ വിഷയം. ഒരേ സമയവും വികസനവും ഉണ്ട്, അതേസമയം തന്നെ ക്ഷേത്രവും അവിടെ വിഷയമാണ്. ഇത് മൾട്ടിപ്പിൾ ഇതിനകത്തൊരു പല കേരളം പോലെ ഒരു 45% ന്യൂനപക്ഷങ്ങളുള്ള കേരളത്തിൽ ഒരു ഹൈന്ദവ വോട്ട് കൊണ്ട് മാത്രം, അല്ലെ ഹൈന്ദവ ഏകീകരണം കൊണ്ട് മാത്രം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനാവില്ല. ശക്തമായ സംവിധാനമുണ്ട്, അടിസ്ഥാന സംവിധാനമുണ്ട്, കേഡർ സംവിധാനമുണ്ട്. CPM-ന്, കോൺഗ്രസിന് ഒരു ഗുഡ് വിൽ ഫാക്ടറുണ്ട്. അപ്പോൾ ഈ രണ്ട് കക്ഷികളും, കോൺഗ്രസ് പാർട്ടിയും CPM-ഉം ഇവിടെ മുന്നണികളായി മത്സരിക്കുന്നത് രണ്ടും ശക്തം തന്നെയാണ്. എത്ര ഒലിച്ചു പോയാലും രണ്ട് UDF LDF സംവിധാനങ്ങളുടെ അടിത്തറ ഇളകിയിട്ടില്ല കേരളത്തിൽ. അത് ഇന്നും ഭദ്രമാണ്. ഈ തമ്മിലുള്ള വോട്ട് വ്യത്യാസം ലക്ഷങ്ങളിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കടന്നു. അത് പ്രത്യേക സാഹചര്യത്തിലാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരാശരി ഒരു 25,000-നും 50,000-നും ഇടയിലൊക്കെയാണ് കേരളത്തിൽ ഭൂരിപക്ഷം വരുന്നത്. ഇതൊക്കെ മറികടക്കാൻ ഒരു ബൂത്തിൽ 2 വോട്ട് വീതം മറിഞ്ഞാൽ തീർച്ചയായും അതിന് കാര്യമായ വ്യത്യാസമുണ്ടാകും എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ചും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ മനസ്സറിഞ്ഞ് അതിൽ ചില വിഭാഗങ്ങളെ, പൂർണ്ണമായിട്ടല്ല എങ്കിലും അതിലെ ചിലരെയെങ്കിലും അടർത്തിയെടുക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഇന്നലെ തുടങ്ങിയതല്ല. ക്രിസ്മസ് നയതന്ത്രം നമുക്ക് കണ്ടു. അതിനു മുമ്പ് കഴിഞ്ഞ വർഷം ബിഷപ്പുമാരെ സന്ദർശിക്കാനായി കേരളത്തിൽ നരേന്ദ്രമോദി ഏറെ സമയം ചെലവഴിച്ചത് നമ്മൾ കണ്ടു. ഇതെല്ലാം പക്ഷേ ഈ സന്ദർശനത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഈ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, സിറോ മലബാർ സഭയ്ക്ക് പുതിയൊരു അധ്യക്ഷൻ വന്നൊരു സമയം കൂടിയാണ്. പക്ഷേ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായില്ല. ഇവിടെ മഞ്ജുഷ്, നമ്മൾ കാണാതെ പോയതും എന്നാൽ വേണ്ട പരിഗണന ലഭിക്കേണ്ടതുമായൊരു വിഷയമാണ്, സിംബോളിക്കാണ്. TJ ജോസഫ് സാർ ആരായിരുന്നു? കൈവെട്ടപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാൽ കൈവെട്ടപ്പെട്ട TJ ജോസഫിനെ സഭയും അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനവും പോലും നീതി നിഷേധിച്ചപ്പോൾ ഇതാ ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ ഏജൻസിയായ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് 1-ാം പ്രതിയെ വരെ കൊടുക്കുകയിരിക്കുന്നു. TJ ജോസഫ് സാർ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. TJ ജോസഫ് സാർ വന്നിട്ടുണ്ടായിരുന്നു. TJ ജോസഫ് സാറിന്റെ സാന്നിധ്യത്തിലാണ് ഈ പറയുന്ന ശക്തി കേന്ദ്ര പ്രവർത്തകരുടെ സമ്മേളനം ഇന്ന് നടന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് സിംബോളിക് അവസരങ്ങളാണ്. ഭാരതീയ ജനതാ പാർട്ടിയും പ്രധാനമന്ത്രിയും ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വളരെ ഇന്നോവേറ്റീവാണ്, വളരെ സിംബോളിക്കാണ്. എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിനും, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെയും പൂർണ്ണമായി മാറ്റി നിർത്താതെ എല്ലാ ജനവിഭാഗങ്ങൾ അടങ്ങുന്ന കോൺസ്റ്റിറ്റ്യുവൻസീസിനെ ഒരുമിച്ച് നിർത്താനുള്ള കാര്യമാണ് ഇത്. മുൻകൂട്ടി പ്രവചനം. TJ ജോസഫ് സാർ വരുമെന്ന് ഇന്നലെ വൈകിട്ട് വരെ യാതൊരു സൂചനയും ഇല്ലായിരുന്നു. എന്നാൽ TJ ജോസഫ് സാറിനെ വേദിയിൽ അണിനിർത്താൻ കഴിഞ്ഞു. അതുപോലെ സ്പോർട്സ് താരങ്ങളെ, ക്രൈസ്തവരായ അഞ്ജു ബോബി ജോർജ് ഉൾപ്പെടെയുള്ള സ്പോർട്സ് താരങ്ങളെ ഡൽഹി സമ്മേളനത്തിൽ ക്രിസ്മസ് നയതന്ത്രത്തിന് വിളിക്കാൻ സാധിച്ചു. അപ്പോൾ ഇതെല്ലാം ഒരു സന്ദേശം കൊടുക്കുകയാണ്. അതുകൊണ്ട് വോട്ടായി മാറും എന്ന മിഥ്യാധാരണയൊന്നും എനിക്കില്ല. പക്ഷേ ഇതെല്ലാം തന്നെ ഒരു സൂതനിങ് ഇഫക്റ്റാണ്. മണിപ്പൂർ വിഷയത്തിൽ ഒരുപക്ഷെ മുറിപ്പെട്ട് നിൽക്കുന്ന ക്രൈസ്തവ മനസാക്ഷി, അത് ഏറ്റവും കൂടുതൽ മുറിപ്പെട്ടത് കേരളത്തിലാണ്, പ്രകടമായി കണ്ടത് കേരളത്തിലുമാണ്. ഉത്തരേന്ത്യയിൽ വളരെ സൈലന്റ് ആണ് റെസിസ്റ്റൻസ്, പക്ഷേ കേരളത്തിൽ വളരെ പ്രകടമായ കാര്യങ്ങൾ കണ്ടു. ഇതിനെല്ലാം മയപ്പെടുത്തി ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയ അപജയം, അതിനോടുള്ള വിരോധം, അപ്പോൾ ഒരു വോട്ട് പാർക്ക് ചെയ്യാൻ ഒരു വെഹിക്കിൾ ഇല്ലാതെ നിന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പാർക്കിംഗ് ലോട്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് BJP കരുതിക്കൂടാ എന്ന ചോദ്യമാണ് ഭംഗ്യാന്തരേണ പ്രധാനമന്ത്രി കേരളീയരുടെ മുന്നിൽ. അവിടെ ശ്രീ അനിൽ ബോസ് പറഞ്ഞ കാര്യം ഈ മണിപ്പൂരിനെ കുറിച്ചാണ്, അല്ലെ? മണിപ്പൂരും അതുപോലെ തന്നെ അദ്ദേഹം നാഗാലാൻഡിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊന്നും പ്രധാനമന്ത്രി വന്നിട്ടില്ല. അപ്പോഴാണ് കല്യാണം കൂടുന്നതിന് വേണ്ടി കേരളത്തിലേക്ക് വന്നത് എന്ന്. പക്ഷേ ഇതിന്റെ ഒരു റിയാക്ഷൻ വരേണ്ടത് ക്രൈസ്തവ സഭാ നേതൃത്വത്തിൽ നിന്നായിരുന്നു. അവരങ്ങനെ ഇപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. മാത്രമല്ല അവരുമായിട്ടാണ് ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രം എന്ന കാര്യത്തിൽ ഉറപ്പാണല്ലോ. അത്തരത്തിലുള്ള ചർച്ചകൾ ഭാവിയിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ. എന്തായാലും തുടങ്ങി വെച്ചിട്ടുണ്ട്, അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യില്ലേ? അല്ല, കോൺഗ്രസ് മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചുള്ള ഇലക്ഷനാണ് പ്രധാനം. സഭയെ സംബന്ധിച്ചുള്ള ഇലക്ഷൻ അല്ല. സഭയ്ക്ക് വളരെ സുചിന്തിതമായിട്ടുള്ള നിലപാടുകളുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ പല സഭകൾക്കും ഈ നോർത്ത് ഈസ്റ്റിലുള്ള സഭകൾ വലിയ കാര്യമൊന്നുമല്ല. ഈ നോർത്ത് ഈസ്റ്റിലുള്ള സഭകൾ പലതും അമേരിക്കൻ ബേസിൽ പെന്തക്കോസ്റ്റും ഈ അങ്ങനെയുള്ള സാധനങ്ങളാണ്.
ബാപ്റ്റിസ്റ്റുകൾ എന്ന് പറയും. 2 തവണ, ഒരു തവണയാണ് നമ്മളൊക്കെ പ്രൊമോസ് ചെയ്തത്, 2 തവണ ചെയ്യുന്ന ആളുകൾ ഡബിൾ ബാപ്റ്റിസ്റ്റ് ആ ടൈപ്പ് ആളുകളാണ്. അപ്പോൾ ഇവർ അത് മണിപ്പൂരിൻ്റെ തന്നെ ഒരു ചിത്രം നമ്മളെടുത്ത് സാധനം കിട്ടുന്ന സമയത്ത് 400ഓളം ക്രിസ്ത്യൻ ഫാമിലി, 200ഓളം ക്രിസ്ത്യൻ ഫാമിലീസേ ഉള്ളൂ, ക്രിസ്ത്യാനികളേ ഉള്ളൂ അവിടെ. ആ കോൺഗ്രസിൻ്റെ അണ്ടറിലാണ് ഇത്രയും പോപ്പുലേഷൻ കൂടിയത്. അത് അതിൻ്റെ പിന്നെ അമേരിക്കയുടെ ഫണ്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ ആരോളം മുമ്പേ ഇവിടെ വളരെ സജീവമായിട്ടുണ്ട്. കാരണം അമേരിക്കയ്ക്ക് ആ ഒരു ചൈന, ഇന്ത്യ, ബർമയുള്ള ട്രൈ ജംഗ്ഷൻ അമേരിക്കയ്ക്ക് ഹോൾഡ് കിട്ടി അമേരിക്കൻ സഹായത്തോടു കൂടി ഉള്ള ഒരു സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. മുമ്പേ പറയുന്നത് അമേരിക്കനും വലിയ തലവേദനയാണ് ഈ പറയുന്ന ടീം. അപ്പോൾ നമ്മുടെ സഭകൾക്ക് അച്ഛന്മാർക്കൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്. അതുകൊണ്ടാണ് അവർ ക്രിസ്ത്യാനിക്ക് ഒരു വിഷമം പറ്റിയാൽ അവർക്ക് വിഷമമുണ്ട്. പക്ഷേ അതേസമയം തന്നെ അവർ ആ സംഭവത്തെ കാണുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംഗിളിലാണ്. അത് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഈ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും അവിടെ മൊത്തം റോമൻ കത്തോലിക്കരാണ്, അല്ലെങ്കിൽ പറയുന്നത് സിറിയൻ കത്തോലിക്കരാണ്. ഈ ഓർത്തഡോക്സ് ഒക്കെ ചില മേഖലയിൽ കുറച്ച് വന്നിട്ടുണ്ട് അവിടെ. അതല്ലാതെ ബേസിക്കലി അവിടെയുള്ള ഈ പറയുന്ന ക്രിസ്ത്യൻ ലോക്കൽ ക്രിസ്ത്യൻസ് ഈ ബാപ്റ്റിസ്റ്റുകളും ബന്ധക്കോസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ. അത് നമ്മുടെ എസ്റ്റാബ്ലിഷ് സഭയ്ക്ക് അവരായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്, അറിയാലോ. അതാണ് അതിലൊരു ഘടകം. രണ്ടാമത് അനിൽ ബോസ് പറഞ്ഞ അവിടുത്തെ റോഡുകളുടെ കാര്യം, അത് ശരിയാണ്. ഞാൻ പണ്ട് ഡൽഹി പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ പോയിട്ട് വന്ന് പറയാം തല്ലിപ്പൊളി റോഡ്. അന്ന് അവിടെ വാജ്പേയി കഴിഞ്ഞ ഉടനെ ഈ മൻമോഹൻ സിംഗ് വന്നിട്ടേ ഉള്ളൂ. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ ഒടുക്കത്തെ മഴയാണ്. അപ്പോൾ ഭയങ്കര മഴ ആയതുകൊണ്ട് അവിടുത്തെ റോഡുകളുടെ സ്ഥിതി, പിന്നെ അന്നൊക്കെ ഭയങ്കര അഴിമതി ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന മേഖലയായിരുന്നു അവിടെ. അപ്പോൾ ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ പുതിയ മേഖലയ്ക്ക് നാഷണൽ ഹൈവേ വന്നിട്ടുണ്ട്. മാത്രമല്ല താഴെ തട്ടിലുള്ള അഴിമതി വൻതോത് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഫീൽഡ് കാശ് എത്തുന്നുണ്ടെന്നൊക്കെയാണ് നമ്മൾ ശേഖർ ഗുപ്തനെയൊക്കെ പോലെയുള്ള ആ ഏരിയയിലുള്ള സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ജേർണലിസ്റ്റുകൾ പറയുന്നത്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ അവർ ഒരു മാറ്റം ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ എല്ലാ റോഡുകളും നന്നാക്കണമെന്നില്ല. അപ്പം ഞാനിപ്പോൾ അടുത്ത കാലത്ത് തമിഴ്നാട്ടിലെ റോഡുകൾ ഗംഭീരാന്ന് ഞാൻ തിരുവനന്തപുരം വന്ന കാലത്ത് കേട്ടിട്ടുണ്ട്. ഞാൻ നമ്മൾ അന്ന് 800 ഉണ്ട്, മാരുതി 800 എടുത്ത് കന്യാകുമാരി പോയി. എൻ്റെ കർത്താവ് എന്ത് വലിയ കുഴിയായിരുന്നു അറിയാം. അന്നപ്പോൾ എനിക്ക് മനസ്സിൽ ഇത് വെറും പറച്ചിൽ മാത്രം, നിങ്ങൾ ഏതെങ്കിലും റോട്ടിൽ കൂടെ പോയിട്ട് ഇത് പറയുന്നതാണ്. അപ്പോൾ അതൊക്കെ സംഭവിക്കും. പക്ഷേ പൊതുവേ എന്ന് പറയുകയാണെങ്കിൽ താഴെ തട്ടിലുള്ള അഴിമതി കുറച്ച് കൊണ്ടുവരാൻ പറ്റിയെന്ന് മോഡിയെ പറ്റി പൊതുവേ പറയാറുണ്ട്. കോർപ്പറേറ്റ് അഴിമതിയുടെ കാര്യമൊക്കെ ഡിഫറൻറ്റ് കേസാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തേക്കാൾ നല്ലതായിരുന്നു എന്ന് കുറച്ചുകൂടെ. കോൺഗ്രസിൻ്റെ പ്രശ്നം വെച്ചാൽ ആദ്യം നെഹ്റുവിൻ്റെ കാലഘട്ടം ചെറിയ അഴിമതി കേസിലെല്ലാം അവർ ശക്തമായ നടപടി എടുത്തിരുന്നു. പിന്നെ കോൺഗ്രസിൽ ബാബൂസ് വന്നതോടുകൂടി ഇപ്പം ഇങ്ങനെ ഇരുന്ന് പോകുമ്പോണ്ട പ്രശ്നം, ഈ ബാബൂസ് വന്നതോടുകൂടി അവർക്ക് അവരുടെ പോക്കറ്റിലേക്ക് കാശ് കൊണ്ടുവന്ന പരിപാടി വന്നു. അങ്ങനെയാണ് ഈ കോൺഗ്രസിൻ്റെ വലിയ നേതാക്കന്മാർ അഴിമതി നടത്തിയിട്ടല്ല. ഈ പറയുന്ന ലോക്സഭയിലൊക്കെ ലോക്കൽ ആളുകളുണ്ട്. ഇപ്പം പിന്നെ ഈ എന്താണ് നമ്മുടെ ഇതുണ്ടല്ലോ NREG ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള അരുണാഗോവിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. അവിടെ 100 രൂപ രാജസ്ഥാനിലൊക്കെ സാധാരണക്കാരന് NREG വരുന്നതിന് മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട് 8 രൂപ എത്തുന്നുള്ളൂ. അവർ പറയുന്നതെന്ന് വെച്ചാൽ 8 രൂപ പോലും എത്തുന്നില്ല എന്നാണ് അരുണാഗോവിയൊക്കെ പറഞ്ഞത്. അതിനൊരു മാറ്റം വന്ന് NREG പോലെയുള്ള പരിപാടികൾ കോൺഗ്രസ് കൊണ്ടുവരെ അത് കൃത്യമായിട്ട് ഒന്നാം UPA ഗവൺമെൻറ് സമയത്ത് കൃത്യമായി മോണിറ്റർ ചെയ്യുക, അതിനുള്ള സംവിധാനം അവർക്കുണ്ട്. അതുകൊണ്ടാണ് മോഡി വന്ന സമയത്ത് താഴെ തട്ടിലുള്ള അഴിമതി കുറഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പോൾ ശേഖർ ഗുപ്തനെ പോലുള്ള ജേർണലിസ്റ്റുകളെല്ലാം കാര്യകാരണ സഹിതം ആ ഏരിയയിൽ അവർ സ്പെഷ്യലിസ്റ്റുകളാണ്. അതൊക്കെയാണ് അവർക്കുള്ള ഒരു പ്രധാനപ്പെട്ട BJPയുടെ ആ ഒരു മേഖലയിലെ നേട്ടം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാ റോഡുകളും നന്നാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നന്നാക്കിയ റോഡുകൾ പോലും അവിടുത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഇപ്പോൾ കേരളത്തിലെ പ്രശ്നം എന്താ, റോഡുകൾ ഏറ്റവും തല്ലിപ്പിള ഉണ്ടാക്കുന്നതുകൊണ്ടതല്ല, എല്ലാ സ്ഥലത്തുള്ള അഴിമതിയൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷേ നമ്മളെ കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് റോഡുകൾ ഇത്ര മാത്രം വെട്ടി പൊളിക്കപ്പെടുക, അല്ലെങ്കിൽ ഇതിന് മാത്രം ഘട്ടങ്ങൾ ഉണ്ടാകുന്നത്. TP സിന്ധുമോൾ പറയുന്നുണ്ടായിരുന്നു അഴിമതിയുടെ കാര്യത്തിൽ മോദിക്കെതിരെ ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല, തെളിയിക്കാം. അഴിമതി ആരോപണം വന്നു, പലതും വന്നു. പക്ഷേ ഒന്ന് ഇവർക്ക് കോടതി തള്ളിക്കളഞ്ഞല്ലോ. കോടതി എത്തും, കോടതി അല്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവസാനം കോടതി അവസാന നിമിഷം വരെ കോൺഗ്രസിന് പോയി. ഇപ്പോൾ കൊത്തുകോച്ചിന്റെ കേസൊക്കെ അറിയാലോ, കോൺഗ്രസിന് ഇങ്ങനെ പ്രതിക്കോട്ടിൽ നിർത്തിക്കൊണ്ടിരുന്നു. മോഡിയുടെ സമയം നല്ല സമയമാണ്. അപ്പോൾ അഴിമതി ആരോപണങ്ങളൊക്കെ വന്നിരുന്നു, പക്ഷേ ഒന്നുപോലും തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കാരണം. രണ്ടാമത്തെ കാര്യം, താഴെ തട്ടിൽ അഴിമതി ഉത്തരേന്ത്യ എസ്പെഷ്യലി UP നോർത്ത് ഈസ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അവിടെ അറിയുന്ന ആളുകൾ അതിനെപ്പറ്റി പഠനം നടത്തിയിട്ട് ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശേഖർ ഗുപ്ത തന്നെ, ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്ററായിരുന്ന ശേഖർ ഗുപ്ത. അപ്പം താഴെ തട്ടിലുള്ള അഴിമതി കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നത് മോഡിയുടെ വലിയൊരു ഇമ്പാക്റ്റാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്നത് കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ലോ പല പദ്ധതികളും ഓൾറെഡി കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതികളാണ്. കോൺഗ്രസ് നല്ല സാം പട്രോഡനെ പോലുള്ള വിഷണറീസ് ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി തന്നെ ഇസെൽഫ് ഈസ് എ വിഷണറി. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് താഴെ തട്ടിൽ നടപ്പിലാക്കുമ്പോൾ ശക്തമായ മോണിറ്ററിംഗ് ഉണ്ടായിരുന്നില്ല. BJPക്ക് ഒരു സംവിധാനമുണ്ട്. അവർക്ക് ഏകാധ്യാപക വിദ്യാലയങ്ങൾ തൊട്ട് വിഷയേന്ദ്ര പരിഷത്ത് വരെയുള്ള സംവിധാനമാണ്. അവർ കൃത്യമായിരുന്നു, എസ്പെഷ്യലി അണ്ടർ മോഡി കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും പണി ഇവരോട് തന്നെ ചോദിച്ചു, ഇപ്പോൾ സിന്ധുമോളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം എത്ര പേരിലേക്ക് ഇത് എത്തിയെന്ന്. കേരളത്തിലാണ് ഒരുപക്ഷെ മോണിറ്ററിംഗ് കുറവ് നടക്കുന്നത്, എന്നിട്ടും പക്ഷേ ഇവർക്കൊക്കെ അറിയാം എത്രമാത്രം ആളുകളിലേക്ക് പോയി എന്ന്. ചില ചർച്ചകളിൽ ചില നേതാക്കൾ വന്നിട്ട് പറയാറുണ്ട്, ഇത്ര ഉപഭോക്താക്കളിലേക്ക് ചെന്നു, അത് ഇന്ന സ്ഥലത്ത് കിട്ടുന്നില്ലാത്തത് ഞങ്ങൾ പോയി മോണിറ്റർ ചെയ്ത് വാങ്ങി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ കാര്യം വെച്ചാൽ കോൺഗ്രസ് ഒരുപാട് ലിബറലായി പോകുന്നു എന്നുള്ളത്. അപ്പോൾ അനിൽ ബോസിന്റെ അണ്ടറിലത്തെ പിന്നെ മുന്നിൽ തന്നെ ഈ പറഞ്ഞ അവിടുത്തെ കനാൽ വൃത്തിയാക്കുന്ന ബന്ധപ്പെട്ട അഴിമതി കണ്ടു വിചാരിച്ചു. അനിൽ ബോസ് എന്താ അവസാനം വന്ന അനിൽ ബോസിന്റെ കാലിൽ. അപ്പോൾ അനിൽ ബോസ് പറഞ്ഞു അപ്പോൾ അവർ കാര്യം ചെയ്യാൻ നന്നാക്കി കൊടുക്കുന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വലിയ ശിക്ഷ കൊടുക്കാൻ ശ്രമിച്ചു. ഇവരുടെ ഒരു മനുഷ്യത്വപരമായ സമീപനം. പക്ഷേ BJPയെ സംബന്ധിച്ച് അങ്ങനെ സമീപനമല്ല. അക്കാര്യത്തിൽ അവർ കൃത്യമായിട്ട് അവർ എന്താ പറയുക മനുഷ്യത്വമില്ലാത്ത രീതിയിൽ തന്നെ ഇടപെട്ട് കളയും. ആ ഒരു പേടി ആളുകൾക്കുണ്ട്. ഈ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം, ഈ ബൂത്ത് തല കണ്ടുമുട്ടലുണ്ടല്ലോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഈ
ബൂത്ത് തല ഇൻചാർജുമാർ, അങ്ങനെയാണല്ലോ ഇവർ പറയുന്നത്, ശക്തി കേന്ദ്ര ഇൻചാർജ്, അത് കേരളത്തിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇതില്ല എന്നാണ്. ആ മറ്റു സംസ്ഥാനങ്ങളിൽ പാർട്ടി നേതാക്കളായിരിക്കും പോയി കാണുന്നത്. അവിടെ അങ്ങനെയല്ല. കേരളത്തിൽ ഈ രാജ്യത്ത് ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നേരിട്ട് ഈ ബൂത്ത് തല ഇൻചാർജുമാരെ കണ്ടത്. അപ്പോൾ ആ ഒരു ഊർജ്ജം അവരിലേക്ക് കൊടുക്കുകയല്ലേ? അല്ല, അതിനൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ അതിന്റെ ആവശ്യമില്ല. അവിടെ ഒരു ഗ്രാമത്തലവനെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ കാര്യം നടക്കും. മാത്രമല്ല RSSന്റെ ഒരു സംവിധാനം വളരെ, നമ്മൾ ഇവിടെ ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റിയൊക്കെ പറയാറില്ലേ, അതായത് ഒരു പ്രോഗ്രസീവായി കേരളത്തെ നിലനിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ചിട്ടുണ്ട്. അതിവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി വരട്ടെ, ലീഡറിന്റെ സമയം വരെ എന്നൊക്കെ ഞാൻ പറയുള്ളൂ. അപ്പം അതുപോലെ ഉത്തരേന്ത്യയിൽ നിങ്ങൾ സാധാരണ ഗ്രാമങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അമംഗ് ദ ഹിന്ദുസ് RSSനെ അവർ കാണുന്ന ഒരു റിഫോമിസ്റ്റ് മൂവ്മെന്റ് ആയിട്ടാണ്. ജാതിക്കെതിരെയൊക്കെ നിൽക്കുന്ന, റിഫോം വിദ്യാഭ്യാസം കൊടുക്കുന്ന അങ്ങനെ ഒരു മൂവ്മെന്റ് ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അവിടെ ഇവരുടെ ഈ ലോക്കൽ നേതാക്കന്മാർ പോയാൽ മതി. കേരളം അതല്ല. കേരളം അതിശക്തമായി ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. ആ റെസിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം? കൂടുതൽ ശക്തമായിട്ട് ഒരു അടി കൊടുക്കണം, കൂടുതൽ ശക്തമായി നിരന്തരമായ ഇടപെടൽ നടത്തണം. അതാണ് അവർ നടത്തി. ഇപ്പോൾ RSSന്റെ പെനിട്രേഷൻ ഇവിടെ ശക്തമാണ്. പക്ഷേ അതവർക്ക് വോട്ടായി കൺവേർട്ട് ചെയ്യാനോ അപ്പോൾ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് നാണക്കേടും പേടിയല്ലേ? ഉത്തരേന്ത്യയിൽ അങ്ങനെയുള്ള സംഗീതം എന്ന അഭിമാനമാണ്. ഇപ്പം നമ്മുടെ ബജ്രംഗി ഭായിജ എന്ന ഷാരൂഖ് ഖാൻ്റെ പടം, അല്ല സൽമാൻ്റെ പടം ഉണ്ടല്ലോ, സൽമാൻ്റെ മൂപ്പര് പറയുന്നത് എൻ്റെ വാപ്പ പ്രചാരകമായിരുന്നു, എൻ്റെ അച്ഛൻ സംഘത്തിൻ്റെ പ്രചാരകമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ മലയാള സിനിമയിൽ ആരെങ്കിലും പറയുമോ? അതാണ് അതിന്റെ വ്യത്യാസം. അപ്പോൾ ഇവിടെ ആ രീതിയിൽ ഒരു ഇടപെടൽ വേണം എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അല്ല, ഇവിടെ ഇപ്പോൾ ആ നാണക്കേട് ഒഴിവായി തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ സംഘീയ എന്ന് പറയാൻ പരസ്യമായിട്ട് ഇല്ലാത്ത ആളുകളും വന്നു. അല്ല, അത് പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാളെ ഇപ്പോൾ മഞ്ജുഷ് ഗോവാൾ നല്ല പേരാണ്, ഞങ്ങൾ ആളുകൾ കൂടിയിട്ട് എടാ നീ ഒരു മഞ്ജുഷ് അല്ലെന്ന് പറഞ്ഞാൽ തീർന്ന്. ആ കുമ്മനത്തിന് അറിയാലോ പാവം. അങ്ങനെ ഒരു സംസ്കാരം കേരളത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ കാർട്ടൂണിസ്റ്റുകളൊക്കെ വന്ന് നമ്മുടെ നാട്ടിൽ നിന്നാണല്ലോ. പക്ഷേ അതിപ്പം പതുക്കെ മാറിക്കൊണ്ടിരുന്നുണ്ട്. ഇവർ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ ഫാക്ച്വലായിട്ട് കാര്യങ്ങൾ കാണണം എന്നുള്ള ഒരു അഭിപ്രായം കേരളത്തിൽ ഇപ്പോൾ ശക്തിപ്പെട്ടുകൊണ്ട് അതിപ്പോൾ BJP ഗുണമാണ്. അതിനെ എങ്ങനെ ഫാക്ച്വലായിട്ട് തന്നെ കൗണ്ടർ ചെയ്യണം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ അനിൽ ബോസൊക്കെ വരുമ്പോൾ ഇത് നിങ്ങൾ സംഘടിപ്പിക്കേണ്ടി തന്നെ ഇവർ അവർ അനിൽ ബോസിനെ വിളിക്കുക, സിന്ധുവിനെ വിളിക്കുക, എന്നിട്ട് ഫാക്ട് സംസാരിക്കട്ടെ. ഒരു സംസാരിക്കുക, അവർ തർക്കത്തിൽ ഏർപ്പെടുകയുള്ളൂ. അല്ല, അവർ ഫാക്ട് പറയണം. ശരി, ശ്രീ അല്ല അനിൽ ബോസിനോട് ഒരു കാര്യം കൂടി. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി ആ ബസ്സൊക്കെ നല്ല ബസ് തന്നെയാണ്, അതിൽ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം പിന്നീട് മറ്റു വാഹനം മാറി കയറേണ്ടി വന്നു അദ്ദേഹം പറയുകയുണ്ടായി. ഇത്ര കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണോ താങ്കൾ പറയുന്നത്? രാഹുൽ ഗാന്ധിയോ? അല്ല, അത് ഇത് കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ദിവസം സഞ്ചരിച്ച റൂട്ടിലൂടെ ഒരു നാഷണൽ ഹൈവേ 2 എന്ന് പറയുന്ന സ്ഥലത്തൂടെ ഒരു രീതിയിലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അല്ല, അത് ഒരു രീതിയിലും യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ നമ്മളൊരു പകരം സംവിധാനം, ഓൾട്ടർനേറ്റീവ് സ്വീകരിച്ചു. നമ്മൾ അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കണം. മൊഹബത്ത് കെ ദുഃഖാൻ, സ്നേഹത്തിന്റെ വ്യാപാരത്തിന് വേണ്ടി വരിക, ജസ്റ്റിസിന് വേണ്ടിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്ന ന്യായം അതൊരു അവകാശമായി നേടിയെടുക്കാൻ വേണ്ടി പുതിയ മുദ്രാവാക്യമാണ്. കഴിഞ്ഞ യാത്രയിലെ മുദ്രാവാക്യം വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടവെക്കാൻ നമ്മൾ. അപ്പൊ അതിന്റെ അകത്ത് ഞങ്ങൾ ബസിന്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിലെ ആളുകൾ അത് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള, അത് കർഷകരാണെങ്കിൽ, തൊഴിലാളികളാണെങ്കിൽ, വിദ്യാർത്ഥികളാണെങ്കിൽ, മറ്റു മേഖലകളാണെങ്കിൽ അവരെ നമ്മുടെ സംഘാടകർ നേരത്തെ തന്നെ പോയി ഓരോ പ്രദേശത്തെയും പ്രത്യേകതകൾക്കനുസരിച്ച് സെലക്ട് ചെയ്യും. അവർക്ക് നമ്മൾ ടിക്കറ്റ് കൊടുക്കും. ടിക്കറ്റ് മീൻസ് പാസ്, ഫ്രീ ആണ്. അതൊരു പാസ്സാണ്. ഭാരത് ജോഡോ ന്യായ യാത്ര എന്നുള്ളത്. ബസ്സിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ കയറുന്ന അവരുമായി രാഹുൽ ഗാന്ധി വനം ഹിൽ ഏരിയയിലൂടെയാണ് യാത്ര ചെയ്തത്. ഈ സന്ദർഭത്തിൽ ആ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഈ മേഖലയിൽപ്പെട്ട ആളുകളോട് സംവദിക്കും. അതിനകത്ത് മണിപ്പൂരിൽ നിന്ന് തുടങ്ങുമ്പോൾ മണിപ്പൂരിൽ പിതാവ് നഷ്ടപ്പെട്ട, മാതാവ് നഷ്ടപ്പെട്ട, വീട് നഷ്ടപ്പെട്ട നിരാലംബരായ കുഞ്ഞുങ്ങളുമാണ്. നെഞ്ചെടറിയാണ് നമ്മളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ കാര്യമല്ല. അവിടെ എന്ത് ചെയ്യുന്നു, എന്ത് കൊടുക്കുന്നു എന്നതിനപ്പുറം ഒരു പ്രധാനമന്ത്രിയുടെ പ്രസൻസ്, ഒരു മുഖ്യമന്ത്രിയുടെ കൃത്യമായ ഒരു ആക്ഷൻ ഒരു നാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പൊ ആ കുട്ടികളുടെ കണ്ണീര് കണ്ട് അവരെ ചേർത്ത് പിടിച്ച് അവരോട് ഇരുന്ന് ചർച്ച ചെയ്ത് കടന്നു പോകുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടിക്കും ബാധകമാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഓരോ പാർട്ടികളും വർക്ക് ചെയ്യും. അതിൽ തെരഞ്ഞെടുപ്പിനപ്പുറമുള്ളൊരു മൂല്യം, ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു മൂവ് ഈ യാത്ര മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മളൊരു പോർട്ട്ഫോളിയോ രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു പൊളിറ്റിക്സ്, ഇന്ത്യയിലെ ഗുരുസ്ഥാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മാനുഷ്യ കോൺഗ്രസിൽ അപജയം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഫക്രുദ്ദീൻ ക്രിയാത്മകമായി വിമർശിച്ചാൽ, മറ്റുള്ളവർ വിമർശിച്ചാലും ഞാൻ അതിനൊന്നും കണ്ണടച്ച് എതിർക്കില്ല. ക്രിയാത്മകമായ പ്രോബ്ലം തിരുത്തപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ വരുമ്പോൾ എന്നോട് പറഞ്ഞു 20 വർഷക്കാലം തുടർച്ചയായി കോൺഗ്രസ് മുഖ്യമന്ത്രി അതൊരു അഴിമതിയിലേക്ക് പോയി, അതുകൊണ്ട് പകരം വന്നു. BJPയുടെ സഖ്യകക്ഷി വന്നപ്പോൾ വിചാരിച്ചു ഇത് നടക്കുമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി ഞാൻ യാത്ര ചെയ്തു ടാക്സിയിൽ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടാക്സിയാണ്, പല റൂട്ടുകളിലും ബസ് സർവീസ്. അപ്പൊ നമ്മളൊന്ന് യാത്ര ചെയ്ത് 1-2 പേരെ കാണാൻ പോകാൻ ഈ യാത്രയ്ക്ക് ശേഷമാണ്. ഇവിടെ 5 മണിയാകുമ്പോൾ ഇരുട്ടാവും, 5:30 പരിപാടിയുണ്ട്. അതിനുശേഷം ക്യാമ്പിൽ എത്താനുള്ള വൈകല്യേ ഉള്ളൂ. നമ്മുടെ അവിടുത്തെ സ്ഥിതിയിൽ ഒരു രാത്രി 12 മണിയുടെ അവസ്ഥയാണ്. അത് നിങ്ങൾക്കറിയാവുന്ന. ഞാൻ പറയുന്നത് അത്തരം
സ്ഥലങ്ങളിൽ നമ്മൾ ടാക്സി ഡ്രൈവേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെ അൻഗാമി, ട്രൈബ്സ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ വിഷയങ്ങളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അന്നത്തെ ഗവൺമെന്റിനെ ആക്ഷേപം പറഞ്ഞു. ഇപ്പൊ നിഫ്യൂ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വന്നിരിക്കുന്നു, 300 കോടി രൂപയുടെ ഒരു റോഡിന്റെ വർക്ക്, റോഡ് പണിയാതെ മാറിക്കൊണ്ടുപോയി. ഒന്ന് ആലോചിച്ചു. ഇവിടെ സിന്ധുമോൾ ചോദിച്ചത് ഒന്നാം ഘട്ട ഭാരത് ജോഡോ യാത്രയിലും ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ അല്ലല്ല ഒരുപാട് ആളുകളുടെ അഭിപ്രായം തേടിയതും ഞാൻ അവസാനിപ്പിച്ചേക്കാം, ഒറ്റ സെക്കൻഡ്. അല്ല അൽബോസ്, ഒന്നാം ഭാരത് ജോഡോ യാത്രയിലും ഒരുപാട് ആളുകളെ കണ്ടതാണല്ലോ, ഇതിനേക്കാൾ കൂടുതൽ ആളുകളെ കണ്ടതാണല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ ഇപ്പൊ ഇത് അൾട്ടിമേറ്റ് ആയിട്ട് ഈ രാഷ്ട്രീയമായ വിജയം നേടലാണല്ലോ, സർക്കാരുകളെ മാറ്റുക എന്നുള്ളത് തന്നെയാണല്ലോ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. താങ്കൾ തന്നെ പറയുകയുണ്ട്, അതിൽ സംശയമില്ലാത്ത കാര്യമാണല്ലോ, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് വിജയിക്കാൻ കഴിയുന്നില്ല, അത് വിജയിക്കാൻ കഴിയുന്നില്ല, രാഹുൽ ഗാന്ധിയെ കൊണ്ട് സാധിക്കുന്നില്ല. ഒരു സെക്കൻഡ് ഞാനൊന്ന് പറഞ്ഞോണ്ട്, ഒറ്റ സെക്കൻഡ് മതി. ഒരു അങ്ങേയറ്റം ഒരു മിനിറ്റ് പോലും ഞാൻ എടുക്കത്തില്ല, അതുകൊണ്ട് അവസാനിപ്പിച്ചേക്കാം. ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി, താങ്കൾ പറഞ്ഞതിന് ആദ്യം മറുപടി പറയാം. കന്യാകുമാരി ടു കാശ്മീർ ഞങ്ങൾ 150 ദിവസം 5 മാസക്കാലം നടന്നു, അറിയാമല്ലോ. ഞാൻ വീണ്ടും അത് ആവർത്തിക്കണ്ടല്ലോ. ലക്ഷോപലക്ഷം ആളുകളെ ചേർത്തുപിടിച്ച് കടന്നുപോയി. തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ ആ ചോദ്യത്തിന് മറുപടിയാണ്. കർണാടകയിൽ ഞങ്ങൾ ജയിച്ചു, തെലങ്കാനയിൽ ജയിച്ചു, ഹിമാചലിൽ ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടായി. തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ഞങ്ങളുടെ യാത്രയെങ്കിൽ ആ യാത്ര പോകേണ്ട എങ്ങോട്ടായിരുന്നു? ആ യാത്ര പോകേണ്ടത് ഗുജറാത്തിലേക്ക്. ഈ യാത്ര നടക്കുന്ന സമയത്താണ് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോയോ? അപ്പം നിങ്ങൾ മാധ്യമങ്ങൾ ചോദിച്ചു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് വന്നുകൊണ്ട് രാഹുൽ ഗാന്ധി യാത്രയും അങ്ങോട്ട് പോയില്ല. അപ്പൊ തെരഞ്ഞെടുപ്പല്ല ഞങ്ങളുടെ പ്രാധാന്യം. തെരഞ്ഞെടുപ്പിന് അപ്പുറമുള്ള ഒരു രാഷ്ട്രീയം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. വിമർശനം ഉണ്ടായിരുന്നു, പോയിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് പോയിട്ട് കാര്യമില്ല, അതുകൊണ്ടാണെന്ന് അന്നേ വിമർശനം ഉണ്ടായിരുന്നു. അത് ഞാൻ ഓർത്തു പോവുകയാണ്. മൂല്യബോധം പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു വിമർശനം ഉണ്ടായിരുന്നു അന്നേ. കേട്ടില്ല. പോയിട്ട് കാര്യമില്ല എന്നുള്ളൊരു വിമർശനം അന്നേ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് പോകുന്നില്ല? പോയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാ. ഹിമാചൽ പ്രദേശിൽ, ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പറയാം, ഹിമാചൽ പ്രദേശിൽ ആം ആദ്മി പാർട്ടി 3ാം പാർട്ടിയായി വന്ന് BJPയുമായി കരാർ ഉറപ്പിച്ച പണവുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ഹിമാചലും പോകുമായിരുന്നു, ത്രികോണ മത്സരം വന്നിരുന്നെങ്കിൽ. അവരുടെ കണ്ടീഷൻ പാലിക്കപ്പെടാത്തതുകൊണ്ട് അവിടെ കണ്ടീഷൻ പാലിച്ചു. ഗുജറാത്തിൽ എല്ലായിടത്തും കൊണ്ട് സ്ഥാനാർത്ഥി നടത്തി, അതുകൊണ്ട് ഓൾറെഡി ഡിവിഷൻ ഉണ്ടായി. ആ ഡിവിഷനിൽ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞു. പക്ഷെ അതിനുശേഷം ആം ആദ്മിക്ക് മനസ്സിലായല്ലോ പണം കിട്ടുമെന്ന് കരുതി നിലപാടെടുത്തിട്ട് കാര്യമില്ലാന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടതേ. ആ ബോധ്യമാണ് ഇപ്പൊ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമാകാൻ കാരണം. മനസ്സിലായില്ലേ? പ്രതിപക്ഷ സഖ്യത്തിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ല നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ തെക്കേ ഇന്ത്യൻ ദൗത്യത്തെ കുറിച്ചാണല്ലോ സംസാരിച്ചു തുടങ്ങിയത്. ഈ തെക്കേ ഇന്ത്യൻ ദൗത്യം പ്രധാനമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? അത് ഈ നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിന്റെ വളർച്ച ഉണ്ടാവുമെന്ന ആശങ്കയിലാണെന്നാണോ? അങ്ങനെ കുറെ നേതാക്കൾ പറയുന്നത് കേട്ടു. അല്ല, ഒരു സെക്കൻഡ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ അഴിമതി ഇല്ല എന്ന് പറഞ്ഞു. അഴിമതി അന്വേഷിക്കേണ്ടത് ആരാ? ഉയർന്നു വന്നാൽ UDF ഗവൺമെന്റ് കാലത്ത് 2G സ്പെക്ട്രം ഇടപാട് രാജയ്ക്കും കനിമൊഴിക്കുമെതിരെ ഉയർന്നു വരുമ്പോൾ അത് അന്വേഷിക്കാൻ ഇവിടെ ധാർമ്മിക ബോധമുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നാണ് പേര്. അദ്ദേഹം ഗവൺമെന്റ്, ഒരു മുന്നണി ഗവൺമെന്റ് ആയിട്ടും ആ ഗവൺമെന്റ് തകരുമെന്ന് ബോധ്യമുണ്ടായിട്ടും ആ മന്ത്രിയെ എടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് കേസ് നടത്താൻ തയ്യാറായി. ഇവിടെ അതാണോ സ്ഥിതി? 38 പാർട്ടികളുടെ മുന്നണിയാണ് നരേന്ദ്രമോദിയുടേത്. ആ 4 പാർട്ടികൾ ആ മുന്നണി വിട്ടിറങ്ങി. മുന്നണിയുടെ കൺവീനർ പാർട്ടി വിട്ടു, മുഖ്യമന്ത്രിമാർ പാർട്ടി വിട്ടു, പല സ്റ്റേറ്റിലെയും പ്രസിഡന്റുമാർ പാർട്ടി വിട്ടു. നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ചർച്ച താല്പര്യമില്ല. അതിനുശേഷം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ ഗവൺമെന്റ് വന്നു. ഈ ഗവൺമെന്റ് ഏകപക്ഷീയമായി BJP എന്ന് പറയുന്ന മുന്നണിയാണെങ്കിലും BJPക്ക് ഭൂരിപക്ഷമുണ്ട്, ഒരു കേഡർ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കേണ്ട ഏജൻസികളെ ഇപ്പോഴും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കാനാണ് ജനാധിപത്യ ക്രമത്തിൽ വിരുദ്ധമായ നടപടിയാണ് BJP സ്വീകരിക്കുന്നത്. പ്രധാനമന്ത്രി കള്ളനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾ കള്ളനാണെങ്കിൽ അത് അന്വേഷിക്കേണ്ട ഏജൻസി അവർ കള്ളന്മാരല്ലാത്ത സത്യസന്ധമായ രാഷ്ട്രീയം ചെയ്യുന്ന ആളുകളെ പോലും അന്വേഷിച്ചു പോകുമ്പോൾ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ നിഷേധാത്മക സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അതാണ് ജസ്റ്റിസ് എല്ലാവർക്കും ഒരുപോലെ ആകണമെന്ന് പറയുന്നത്. അഴിമതിയാണെങ്കിൽ കോൺഗ്രസ്സുകാർക്കെതിരെ അന്വേഷിക്കണം, BJPക്കാർക്കെതിരെ അന്വേഷിക്കണം, അമിത്ഷായുടെ മകൻ ജയ്ഷായുടെ വരുമാനം വർദ്ധിക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കണം, അമിത്ഷായുടെ അംഗങ്ങളുള്ള ബാങ്കിൽ കോടിക്കണക്കിന് പേർ നിക്ഷേപം കുവിഞ്ഞുകൂടുന്നതിനെ കുറിച്ച് അന്വേഷിക്കണം, കള്ളപ്പണം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരാത്തതിനെ കുറിച്ച് അന്വേഷിക്കണം, ഈ നാട്ടിൽ നടക്കുന്ന അദാനിക്ക് വേണ്ടി നടത്തുന്ന ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ JPC വെച്ച് അന്വേഷിക്കണം. അപ്പൊ അന്വേഷിക്കാത്തതുകൊണ്ടാണ് എനിക്ക് കയ്യൂക്കുണ്ട്, അതുകൊണ്ട് ഞാൻ കാര്യക്കാരനാണ്, എനിക്കെതിരെ പരാതി വന്നാൽ അന്വേഷണമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ അഴിമതിക്കാരനല്ല എന്നല്ല. എനിക്ക് അധികാരമുള്ളത് കൊണ്ട് എനിക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ ഞാൻ രക്ഷപ്പെട്ടു നിൽക്കുന്നു. അത് താൽക്കാലികമാണ്. 2024 നമുക്ക് കാണാമേ.
രാജ്യത്തെ ജനങ്ങളെ എല്ലാ കാലവും കബളിപ്പിച്ച രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് നമുക്ക് കാണാം. വർഗീയത കൊണ്ട് മാത്രം ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുമോ എന്ന് നമുക്ക് കാണാം. നമ്മൾ ആളുകളുമായിട്ട് സംവദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടെന്നേ, ഞങ്ങൾക്ക് ഫീലിംഗ് ഉണ്ട്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഇന്ത്യയിലെ ഗുരുസ്ഥാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കും. കോൺഗ്രസ് പാർട്ടിയിൽ അപജയം ഉണ്ടാക്കിയെങ്കിൽ അത് തിരുത്തണം. ശരി, അതൊക്കെ ശരി തന്നെയാണ്. അത് മാത്രമല്ലല്ലോ, അങ്ങനെയൊക്കെ ഉണ്ട്. കോൺഗ്രസ് നശിച്ചു പോകരുത്, അതൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഇതിന്റെ ഒരു പ്രശ്നം എന്താ പറയുക, അതിപ്പം BJP-യുടെ പേര് മാത്രമല്ല, ഈ മുരളി നാളെ പിന്നെ കോൺഗ്രസ് വിട്ട പയ്യനുണ്ടല്ലോ മുരളി ദിയോയുടെ മോൻ, ഇവരൊക്കെ പിന്നെ MP ആയതിനു ശേഷം അവരുടെ സമ്പത്ത് എത്ര മടങ്ങ് വർദ്ധിച്ചു. അല്ല, ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ മോഡിയെ പറ്റി തന്നെ റഫേൽ അന്വേഷണം നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ അന്വേഷണം എവിടെ എത്തിയില്ലല്ലോ. അതെന്താ പിന്നെ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാ, എനിക്ക് ഭൂരിപക്ഷമുണ്ട്, ഞാനാണ് അന്വേഷണ ഏജൻസികളെ നിയന്ത്രിക്കുന്നത്. എനിക്കെതിരെ വരുന്ന അന്വേഷണം ഉണ്ടാവരുത്, എന്റെ തൽപര കക്ഷികൾക്ക് വേണ്ടി വരുന്നത് ഉണ്ടാവരുതെന്നും നിർബന്ധം. 2019 ഏറ്റവും കൂടുതലായിട്ട് ഉന്നയിച്ച വിഷയമാണ് ഇവിടെ പറഞ്ഞ റഫേൽ. അല്ല ശ്രീ അനിൽ ബോസ്, അങ്ങയുടെ പാർട്ടിയുടെ സ്വഭാവത്തെ കുറിച്ച് ഇവിടെ പറയരുത്. അതാണ് കോൺഗ്രസ്. അധികാരത്തിലിരിക്കുന്നു, ഭൂരിപക്ഷമുണ്ട്, എന്ത് അഴിമതിയും കാണിക്കാം, ആരും അന്വേഷിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ 60 വർഷം ഇങ്ങനെ വന്നത്. ഭരണം മാറിയപ്പോഴാണ് നിങ്ങളുടെ പല അഴിമതികളും പുറത്തു വന്നത്. നിങ്ങൾ അങ്ങനെ മൂടി വെച്ചിട്ടേ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അടുത്തേക്ക് എത്തിയത് വരെ അങ്ങനെയാണ്. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ രീതിയാണ് പറഞ്ഞത്. പക്ഷെ നരേന്ദ്രമോദി അതല്ല. അങ്ങനെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കണ്ട. നരേന്ദ്രമോദി അതല്ല. 100% പറയാം ശ്രീ അനിൽ ബോസ്, 1 രൂപയുടെ അഴിമതി നിങ്ങൾക്ക് ഈ പ്രധാനമന്ത്രിയിൽ കാണാൻ പറ്റില്ല. നിങ്ങൾ ആരോപണം കൊണ്ടുവരും. നിങ്ങളൊരു സംസ്ഥാനത്തെ ജില്ലാ കോടതി മുതൽ ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വരെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കില്ല. അങ്ങനെ അഴിമതി കരങ്ങളല്ല ഭരിക്കുന്നത്. അത് 60 വർഷം ഭരിച്ചു കോൺഗ്രസ്. അറിയാൻ തുടങ്ങിയപ്പോഴാണ് സാർ നിങ്ങൾ നിഷ്കാസിതരായത്. സാർ നിങ്ങൾക്ക് ഭരണം പോയത്. ജനങ്ങൾ ഇത് തുറന്നു കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് ഭരണം ഉപേക്ഷിക്കേണ്ടി വന്നത്. അതുകൊണ്ട് മാത്രമാണ് 45 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നത്. കോൺഗ്രസ് എന്ന് പറയുന്നത് പരമ്പരാഗതമായി രാജ്യത്തെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി, അതൊക്കെ ഞാൻ സമ്മതിക്കാം. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾക്കും അതൊക്കെ തോന്നിയിട്ടുണ്ട്, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ കോൺഗ്രസ് അല്ല സാർ പിന്നീട് ഇങ്ങോട്ട് 60 വർഷം ഇന്ത്യയെ ഭരിച്ച കോൺഗ്രസ്. അതുകൊണ്ടാണ് നിങ്ങൾ അധികാരത്തിൽ നിന്ന് പോകേണ്ടി വന്നത്. ഇനി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് സാധ്യമാവില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു നയം മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഇവിടെ ഒരു മണിപ്പൂരിനെ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രധാനമന്ത്രി അഴിമതിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ആരോപണത്തിന് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാനേ സാധിക്കൂ. നിങ്ങൾക്ക് കൃത്യമായ ഒരു രാഷ്ട്രീയം, ഇന്ന് വികസനത്തിന്റെ രാഷ്ട്രീയം ജനങ്ങളുടെ മുന്നിൽ വെക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസത്തിന്റെ രാഷ്ട്രീയം പോലും മുന്നിൽ വെക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടല്ലേ അയോധ്യയിലേക്ക് പോകാത്തത്? എന്തുകൊണ്ട് നിങ്ങൾ അയോധ്യയിൽ പോകുന്നില്ല? അല്ല, അയോധ്യയിൽ പോകാത്തതിന് കാരണമായിട്ട് കോൺഗ്രസ് പറയുന്നത് ഇത് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ എന്നുള്ളത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. അവിടെ വിശ്വാസമല്ല, രാഷ്ട്രീയമാണ് മുഴച്ചു നിൽക്കുന്നത്, അതുകൊണ്ടാണെന്ന്. മഞ്ജുഷ ഏറ്റവും ബാലിശമായിട്ടുള്ള ഒരു അഭിപ്രായമല്ലേ അത്? BJP-യുടെ പ്രകടന പത്രികയിൽ, ഏതെങ്കിലും പ്രകടന പത്രികയിൽ അയോധ്യ ഇല്ലാതിരുന്നിട്ടുണ്ടോ? അയോധ്യ രാഷ്ട്രീയമാണ്. അയോധ്യ രാഷ്ട്രത്തെ സംബന്ധിച്ചാണ്. ഞാൻ രാഷ്ട്രീയമെന്ന് വിശ്വസിക്കുന്നത് ഈ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രത്തെ സംബന്ധിച്ചതെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ കോടാനുകോടി വരുന്ന വിശ്വാസികളെ, ജനങ്ങളെ സംബന്ധിച്ചതാണ്. അവിടെയാണ് കോൺഗ്രസ് കൈ കഴുകി മാറി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം മുന്നിൽ വെക്കാൻ സാധിക്കില്ല. കാരണം എന്താ? അവർക്കുള്ള സീറ്റും കൂടി പോകും. അവരാരെയാ ഭയക്കുന്നത്? ഈ കർട്ടന്റെ പുറകിൽ നിന്ന് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? മഞ്ജുഷ കൃത്യമായിട്ട് അന്വേഷിച്ചാൽ കേരളത്തിൽ ആരാ അവരെ നിയന്ത്രിക്കുന്നത്? മുസ്ലിം ലീഗ്.
കേരളത്തിൽ ആരാണ് അവരുടെ കൂടെ വരാൻ തയ്യാറെടുത്തിരിക്കുന്നത്? മറ്റ് മുസ്ലിം സംഘടനകൾ ആരൊക്കെയാണ്? മുസ്ലിം ലീഗിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പോകണമെങ്കിൽ പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. സമസ്തയ്ക്കും പ്രശ്നമില്ല, അവർക്ക് രണ്ടുപേരും അല്ല സമസ്തയ്ക്ക് പ്രശ്നമുണ്ട്. ഇല്ല, സമസ്ത പറഞ്ഞല്ലോ, ജഫർ തങ്ങൾ പറഞ്ഞല്ലോ. പക്ഷെ അത് സമസ്തയിൽ ഒരു നിലപാടെടുക്കാൻ അങ്ങനെ ഒരു അനുവാദം, അത് വിശ്വാസത്തെ അല്ല, ഞാൻ പറയട്ടെ, വിശ്വാസത്തെ മാനിക്കുന്ന എല്ലാവരും കക്ഷി രാഷ്ട്രീയമില്ലാതെ നിങ്ങൾ നിലപാടെടുത്തോ എന്ന് പറഞ്ഞിട്ട് പോലും കോൺഗ്രസിനെ കട്ടന് പുറകിൽ നിന്ന് കൈപിടിച്ചു വലിക്കുന്ന ഏതോ ഒരു ശക്തി ഇവിടെ ഉണ്ട് മഞ്ജുഷേ. അതിനെ അവർ ഭയക്കുന്നു. ആ ഭയം കൊണ്ടാണ് അവർ അയോധ്യയെ ഇന്ന് നിരസിച്ചിരിക്കുന്നത്. ഭക്തർ പോകും, അത് കോൺഗ്രസിന്റെ ആവശ്യമില്ലല്ലോ, കോൺഗ്രസിന്റെ ആഹ്വാനം വേണ്ടല്ലോ. ഭക്തരായവർക്ക് പോകാം, വിശ്വാസികളായവർക്ക് പോകാം എന്നൊക്കെ പറയാൻ കോൺഗ്രസിന്റെ ആവശ്യമില്ലല്ലോ. ഇതൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ കൃത്യമായ രീതിയിൽ മുന്നിൽ വെക്കാൻ, കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ മുന്നിൽ വെക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അവർ അയോധ്യയിലെ രാമക്ഷേത്രത്തോട് അല്ലെങ്കിൽ ആ സങ്കല്പത്തോട് ചെയ്യുന്ന നീതികേട്, അതിനെ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരോട് ചെയ്യുന്ന നീതികേട്, അവർക്ക് അവരുടെ പ്രവർത്തകർക്ക് പോലും നീതി ഉറപ്പാക്കാൻ സാധിക്കുന്നില്ല. ആ അവസരത്തിലാണ് ഭാരത് ജോഡോ ന്യായയാത്ര നടത്തുന്നത്. ഇവർ ആർക്ക് നീതി കൊടുക്കും? എന്ത് വികസനം കൊണ്ടുവരും? അയോധ്യ എന്ന് പറയുന്നത് വെറും ഒരു ക്ഷേത്രമായിട്ടാണോ ഇന്ന് അവിടെ ഉയർന്നിരിക്കുന്നത്? കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരാൻ പോകുന്ന, അത്യഭൂതപൂർവമായ ഒരു വളർച്ച രേഖപ്പെടുത്താൻ പോകുന്ന ഒരു സ്പിരിച്വൽ ഹബ്ബായി മാറിയിരിക്കുന്നു, ഒരു സ്പിരിച്വൽ കം ടൂറിസം ഹബ്ബായി മാറിയിരിക്കുന്നു. വാരണാസി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വാരണാസിയിൽ നേരിട്ട് പോകുന്നവർക്ക് മനസ്സിലാകും അവിടെ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന്. അത് നേരിട്ട് ഒരു 2016 മുൻപ് പോയവർക്കും അതിനുശേഷം കാശിയിൽ പോയവർക്കും ആ വ്യത്യാസം മനസ്സിലാകും. അതേപോലെ തന്നെ അയോധ്യ മാറാൻ പോകുന്നു. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ടൂറിസം ഹബ്ബായി മാറാൻ പോകുന്നു. രാമനെ കാണാം, അതോടൊപ്പം ഈ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് ഇല്ലേ, ഈ രാജ്യത്ത് എന്തെല്ലാം രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് വരാൻ പോകുന്നത് ആ ഒരു അയോധ്യ കൊണ്ട്. അതിനെ പോലും നിരാകരിക്കുന്ന രീതിയിൽ കോൺഗ്രസ് പെരുമാറുമ്പോൾ എന്ത് വികസനമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എന്ത് വികസനം കൊണ്ടുവരുമെന്നാണ് ഇവർ ഈ പറയുന്നത്? ഇവർക്ക് ഈ മണിപ്പൂർ അല്ലാതെ, ഈ മണിപ്പൂര് പറഞ്ഞിട്ടല്ലേ ഇവർ ഇതിനു മുമ്പ് ഭാരത് ജോഡോ യാത്ര നടത്തിയത് മഞ്ജുഷേ? എന്നിട്ട് 4 സംസ്ഥാനങ്ങളിൽ മണിപ്പൂരില്ലായിരുന്നു. ഭാരത് ജോഡോ യാത്രയുടെ ആദ്യഘട്ടത്തിൽ മണിപ്പൂർ ഇല്ലായിരുന്നു, ആ വിഷയം വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഭാരത് ജോഡോ യാത്ര കൊണ്ട് ഗുണം ചെയ്തു രാഷ്ട്രീയമായി എന്നും കോൺഗ്രസിന് അവകാശവാദം ഉന്നയിക്കാം. കർണാടകത്തിൽ ജയിക്കുവാൻ കഴിഞ്ഞു. അവരുടെ സംഘടനാ സംവിധാനത്തിൽ ഒന്ന് ഊർജ്ജസ്വലമാക്കാൻ പറ്റി. അതാണ് കാര്യം. സംഘടനാ സംവിധാനത്തെ ഊർജ്ജസ്വലമാക്കാൻ. കർണാടകത്തിലെ ജയത്തെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. തെക്കൻ സംസ്ഥാനത്തിലോ ഒരു വിജയം അവർക്കുണ്ടായതും നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവർ പറഞ്ഞത് എന്താണ്? മധ്യപ്രദേശിൽ BJPയുടെ കാലം അവസാനിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് മധ്യപ്രദേശിൽ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് BJP വീണ്ടും അധികാരത്തിൽ വന്നു. കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന രാജസ്ഥാൻ എവിടെ പോയി? അവർക്ക് അതെങ്കിലും നിലനിർത്താമായിരുന്നു. അവരുടെ ഭാരത് ജോഡോ യാത്രയും അവരുടെ മണിപ്പൂരിലെ അവരുടെ ജനങ്ങളോടുള്ള വികാരവും ഒക്കെ മുന്നിൽ കണ്ട് ജനം വോട്ട് ചെയ്തിരുന്നെങ്കിൽ അവരുടെ രാജസ്ഥാൻ നിലനിർത്താമായിരുന്നല്ലോ. എവിടെ പോയി രാജസ്ഥാൻ? ഛത്തീസ്ഗഡ് എവിടെ പോയി? അപ്പോ ഒരിടത്തും കോൺഗ്രസിനെ തൊടാൻ അവരുടെ ജനങ്ങൾ സമ്മതിക്കുന്നില്ല. പ്രതികരണത്തിലേക്ക് പോവുകയാണോ? കാരണം ഈ ഭാരത് ജോഡോ ന്യായയാത്ര തുടങ്ങിയ സമയത്ത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിയത്. കഴിഞ്ഞ തവണ താങ്കൾ ഓർക്കുന്നുണ്ടാവും, ഭാരത് ജോഡോ യാത്ര 1ാം ഭാഗം, അവിടെ രാഹുൽ ഗാന്ധിയുടെ യാത്ര കത്തിക്കയറുന്ന സമയത്ത് പെട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെക്കേ ഇന്ത്യയിലേക്ക് വന്നിരുന്നു. ശ്രദ്ധിച്ചിരുന്നുവല്ലോ, അന്നത് വലിയ വാർത്തയായിരുന്നു. എന്താണ് പ്രധാനമന്ത്രി തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പൊടുന്നനെ സന്ദർശിക്കുന്നത്, തുടർച്ചയായിട്ട് വരുന്നത് എന്നൊക്കെ അതേ രീതിയിൽ ഇപ്പോഴും കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഭാരത് ജോഡോ യാത്രയുമായി അതിനെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് വ്യക്തമായ ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യം അതിന് പിന്നിലുണ്ടല്ലോ. മഞ്ജുഷ്, സാധാരണ കേരളത്തിൽ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച 2 സിനിമ ഒരേപോലെ റിലീസ് ചെയ്യുമ്പോൾ 2 കൂട്ടർക്കും ചങ്കിടിപ്പാണ്. ഇതിൽ ഒരെണ്ണം ഒരു ലീഡ് റോളിൽ കയറി ഓടും, കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടും. നേരത്തെ പ്രഖ്യാപിച്ച വലിയ തയ്യാറെടുപ്പോടുകൂടി തന്നെ വലിയ ഫ്ലക്സൊക്കെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു യാത്ര. അപ്പം ഇവിടെ ഭാരത് ജോഡോ യാത്രയുടെ 2ാം പാദം എന്ന് പറയുന്നത് ഒരു ആഫ്റ്റർ തോട്ടാണ്. വേണോ വേണ്ടായോ എന്ന് കാര്യമായ ഡിബേറ്റിന് ശേഷം ആണ് ഇനി കുറുകെ നെടുകെ സഞ്ചരിച്ചു, ഇനിയിപ്പോൾ കുറുകയും സഞ്ചരിക്കാം എന്നൊരു ചിന്ത. പക്ഷേ രാമക്ഷേത്രം എന്ന് പറയുന്നത് 2024 ജനുവരി എന്നൊരു മാസമുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിക്കപ്പെട്ടതാണ്. അതനുസരിച്ചുള്ള ഒരു ടൈം ടേബിളിലൂടെയാണ് പോയത്.
തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് ഏപ്രിലോ മെയിലോ ആണ് 2024. അതിനു മുൻപ് മനുഷ്യന്റെ ഓർമ്മകൾ വളരെ ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത്, വളരെ തന്ത്രപരമായ സ്ട്രാറ്റജിക്കായ സമയത്ത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു, ഉദ്ഘാടനം നടക്കുന്നു. ഇവിടെ ആ സമയത്ത് തന്നെ ഭാരത് ജോഡോ യാത്ര വരികയാണ്. ഒരുപക്ഷെ ആ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് ആ യാത്ര പ്രവേശിക്കുന്നത്. ഇപ്പോൾ വലിയ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടതുണ്ട്. ആസാം മുഴുവൻ കവർ ചെയ്യണം, ബംഗാളും കവർ ചെയ്തതിന് ശേഷം മാത്രമേ ബീഹാറിലേക്കും ഉത്തർപ്രദേശിലേക്കും എല്ലാം വരാൻ പറ്റൂ. അപ്പോഴത്തേക്ക് ആ സ്പിരിറ്റ് പോകും. പക്ഷേ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരേ സമയത്ത് പോകുമ്പോൾ അതിൽ ഒന്ന് ഉള്ളി മങ്ങുന്നത് സ്വാഭാവികം മാത്രമാണ്. ഇവിടെ ലാഭനഷ്ടങ്ങളുടെ കണക്കുകളൊന്ന് നോക്കേണ്ടതുണ്ട്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞത് കറക്റ്റാണ്. ഈ സംഘടനാ സംവിധാനം സടകുടഞ്ഞെഴുന്നേറ്റു എന്നൊന്നും പറയാനാവില്ല. എങ്കിലും അതൊന്ന് നിർജീവമായി കിടന്ന സംഘടനാ സംവിധാനത്തെ ബൂത്ത് തലത്തിൽ തട്ടി ഉണർത്താൻ, തഴുകി ഉണർത്താൻ ഒരു തുയിലുണർത്ത് പാർട്ടി എന്ന രീതിയിൽ ഒരു പക്ഷേ ഭാരത് ജോഡോ യാത്ര സഹായകമായി. എപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു രീതി എങ്ങനെയാണ്, ഒരു വലിയ നേതാവ്, ഇന്ദിരാഗാന്ധി ആകട്ടെ, ജവഹർലാൽ നെഹ്റു ആയിക്കോട്ടെ, രാജീവ് ഗാന്ധി ആയിക്കോട്ടെ, ഇപ്പോൾ ഇതാ ഗാന്ധി നെഹ്റു ഫാമിലിയുടെ ഇളമുറക്കാരനായ രാഹുൽ ഗാന്ധി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു വലിയൊരു ഡെമഗോഗിക് ഫേസ് വരികയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ മാത്രമാണ് പെട്ടെന്നൊരു ആവേശം വന്നു. ഒരു ഏത് മാസ് പാർട്ടിക്കും വരുന്ന ഒരു കാര്യം തന്നെയാണിത്. അതേസമയം BJP എന്നത് മാസ് പാർട്ടി മാത്രമല്ല, കെയ്ഡർ സംവിധാനത്തിൻ്റെ പാർട്ടി. പിന്നീട് മാസ് പാർട്ടി ആയതാണ്. കെയ്ഡർ സംവിധാനം, കെയ്ഡർ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു മാസ് പാർട്ടിയായിട്ട് മാറുകയാണ് BJP. അപ്പോൾ BJPയുടെ സ്ട്രെങ്ത് 2ആണ്. ഒന്ന്, കെയ്ഡർ അവിടെ തന്നെയുണ്ട്, RSS പ്രൊവൈഡ് ചെയ്യുന്ന, BJP തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന അടിസ്ഥാന ലെവലിലുള്ള ബൂത്ത് തലത്തിലുള്ള കെയ്ഡർ സംവിധാനം. 2, ഒരു മാസ് പാർട്ടി, അതായത് എല്ലാവരുടെയും പൊതുജനങ്ങളുടെ ഇൻട്രസ്റ്റ് മൊത്തമായി വരത്തക്ക രീതിയിലുള്ള ഗിമ്മിക്കുകളിലൂടെയും യഥാർത്ഥ നീക്കങ്ങളിലൂടെയും എല്ലാം. പക്ഷേ കോൺഗ്രസ്സിന് ഇപ്പോഴും ആ മാസ് ക്യാരക്ടറാണുള്ളത്. അപ്പോൾ ഈ 2 സിസ്റ്റംസ് തമ്മിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ യാത്ര, ഞാൻ പറയില്ല അനവസരത്തിലാണെന്ന് പറയില്ല, പക്ഷേ ഇവിടെ നോക്കൂ, കോൺഗ്രസ് പാർട്ടി വളരെ നിർണായകമായ സീറ്റ് ചർച്ചകളിലാണ് INDA മുന്നണിയിലെ മറ്റ് കക്ഷികളുമായി. അതിനിടയിൽ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന് പറയുന്നത് പോലെ ഇവിടെ 2 കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുക? ഒരു പാർട്ടി ഇലക്ഷന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ, യാത്രയ്ക്ക് വേണ്ടി പ്രധാന നേതാക്കളെല്ലാം തന്നെ യാത്രയുടെ പുറകെ പോകുമ്പോൾ, മറ്റ് ഭാഗങ്ങളിലെ കോൺഗ്രസ് സംവിധാനം ഉണർത്തിയെടുക്കാൻ തക്ക ഒരു കാര്യം റോഡ് ഷോ നടത്തേണ്ടത്. രാഹുൽ ഗാന്ധി ഇപ്പം മോദി തലങ്ങും വിലങ്ങും നടന്ന് ഇനി റോഡ് ഷോയുടെ കാലമാണ്. അത് എനിക്ക് ഒരു വാക്ക് റോഡ് ഷോയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം ഇതൊരു പുതിയ സംവിധാനമാണ്. കാരണം ഭാരതത്തിൽ ഇതൊരു കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഇത് വലിയൊരു മാർക്കറ്റാണ്. ഈ റോഡ് ഷോ എന്ന് പറയുന്നത് ഒരു വലിയ നേതാവിനെ കാണിച്ചുകൊണ്ട്, പണ്ടൊക്കെയാണ് റാലികളും വലിയ പബ്ലിക് റാലികളൊക്കെ ആയിരുന്നു ആ ഒരു ശൈലി. ഇപ്പോൾ അത് മാറി, പബ്ലിക് റാലികളുണ്ട്, അതിന് പുറമെ റോഡ് ഷോയിലൂടെ. അത് കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും മാത്രമല്ല, മോദിയുടെ റോഡ് ഷോ വിദേശത്തുമുണ്ട്. നരേന്ദ്രമോദി എവിടെ പോയാലും വിദേശത്ത് ആദ്യം കാണുന്നത് ആരെയാണ്? ഭാരത വംശജരായ ആളുകളെ ആദ്യം കാണും. അതിനുശേഷമാണ് ഔപചാരികമായ വിദേശ രാജ്യ തലവന്മാരുമായിട്ടുള്ള ചർച്ചകളിൽ. അപ്പോൾ ഇവിടെ ഒരു വിശ്വപൗരൻ്റെ ഒരു ഇമേജ് സൃഷ്ടിക്കുകയാണ് ലോകത്ത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലോകത്ത് ഏറ്റവും മൂല്യമുള്ള, വിസിബിലിറ്റിയുള്ള, ദൃഢതയുള്ള, പെർമനൻസ് ഉള്ള, ഡ്യൂറബിലിറ്റി ഉള്ള ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡായി പൊസിഷൻ ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ ഈ ബ്രാൻഡിനെ മാറ്റുന്നു. അതിന്റെ ഭാഗമായാണ് കേരളത്തിലും ഇത്രമാത്രത്തിലുള്ള ഈ റോഡ് ഷോകൾ നടത്തുന്നത്, ഈ ക്ഷേത്ര സന്ദർശനം വരുന്നത്, ഇല്ലേ, തുടർച്ചയായിട്ടുള്ള സന്ദർശനങ്ങൾ വരുന്നത്. ക്രെഡിബിലിറ്റി, ഇത് ക്രെഡിബിലിറ്റിയുടെ വിഷയമാണ്. ഈ വ്യക്തിയുടെ കയ്യിൽ ഇത് വിശ്വം അംഗീകരിക്കുന്ന, ലോകം അംഗീകരിക്കുന്ന ഒരു നേതാവ്. അത് ഡിബേറ്റബിൾ പോയിന്റാണ്. ഒരു പക്ഷേ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഡിബേറ്റബിൾ പോയിന്റാണ്. പക്ഷേ നിഷ്പക്ഷ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അത് ഡിബേറ്റബിൾ അല്ല. ഇത് അംഗീകാരമുണ്ടല്ലോ, ലോകരാജ്യങ്ങൾ ബഹുമാനിക്കുന്നു, ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നു, ഇന്ത്യയുടെ വിസിബിലിറ്റി വളരെ വർദ്ധിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ സ്വാഭാവികമായി ആ വ്യക്തി പറയുന്നത് എന്ത് എന്നും ഒക്കെ കാര്യമായി ചെവി കൊടുക്കാൻ ഒരുപക്ഷെ കേരളം പോലെ പ്രബുദ്ധരായ നാട്ടുകാർക്ക് കഴിയും. പക്ഷേ ഇവിടെ പരമാവധി ഒരു 90% കേരളീയരുടെ മനസ്സ് സെറ്റാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. അതായത് UDF ഓർ LDF ഓർ BJP. പക്ഷേ ഈ 10% നിർണായകം. ആ 10% നിഷ്പക്ഷ വോട്ടുകൾ ഉണ്ടെങ്കിൽ അതെങ്ങോട്ടും ചായാം. ഇപ്പം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ, ഇന്നലെ നമ്മൾ സംസാരിച്ചൊരു കാര്യം തന്നെയാണ്, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഏറ്റവും അധികം പ്രയോജനം ലഭിക്കേണ്ടത് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ UDF-നാണ്. പക്ഷേ അതിൻ്റെ ഒരു പങ്കും കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. CPM എന്താണോ ഇച്ഛിക്കുന്നത് അതുപോലെ സംഭവിക്കും കാര്യങ്ങൾ എന്നാണ്, അല്ലേ? അതായത് നഷ്ടം സംഭവിക്കുന്നത് കോൺഗ്രസ് അല്ല. അത് CPM-നെ കുറ്റം വന്ന കാര്യമില്ല. മലയാളികളെ സംബന്ധിച്ച് BJP-നെ
ഇങ്ങോട്ട് ആനയിച്ച് കൊണ്ടുവന്ന് അവർക്ക് വലിയ പൊതുവേ ശരാശരി മലയാളിക്ക് വലിയ താല്പര്യമുള്ളത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവാണ് ഞങ്ങൾ എന്നുള്ള ഫീൽ ഉണ്ടാക്കിപ്പിക്കണ്ടേ? കോൺഗ്രസും ബി ജെ പി തമ്മിലുള്ള പ്രശ്നം എന്താണ്? ഇപ്പം പിന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ മക്കളുടെ ആസ്തി ആ സമയത്ത് അവർ വരന്തിരിക്കുമ്പോൾ കൂടിയിട്ടുണ്ട്. പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ അമിത്ഷാൻ്റെ മോൻ്റെ ആസ്തിയും കൂടിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്? കോൺഗ്രസ് ഈ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ തിരിച്ച് നാട്ടുകാർ ഇതേ ചോദ്യം ചോദിക്കും. മുരളി ദിയോയുടെ ആസ്തി, മിലിൻ ദിയോയുടെ ആസ്തി കൂടിയ നിങ്ങൾ കണക്കിലെടുത്തോ? നിങ്ങൾ ഇന്ന സമയത്ത് എന്തെല്ലാം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, ആ ആരോപണങ്ങൾ അവസാന അന്വേഷണം എവിടെ എത്തി? ഇത് തിരിച്ചു വയ്ക്കുമ്പോഴോ അപ്പോൾ അത് ക്യാൻസലായി പോവുകയാണ്. ആ ക്യാൻസലായി പോകുമ്പോഴാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ത്യയുടെ വിസിബിലിറ്റി ഇങ്ങനെയുള്ള ഫാക്ടർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ജയറാമിൻ്റെ കാലഘട്ടം ഇൻഷുറൻസ് കുംഭകോണമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ശക്തമായ നടപടി എടുത്തിരുന്നു. കാലാകാലം അത്തരം നിലപാടുകളുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഇത് പറയുമ്പോൾ ആളുകൾ അത് സീരിയസ് ആയിട്ട് എടുക്കുകയായിരുന്നു. അപ്പോൾ ഇത് മോഡിക്കെതിരെ പറയുമ്പോൾ ഏൽക്കും. എങ്ങനെ? മോഡിയുടെ മറ്റ് പെർഫോമൻസ് ഒക്കെ മോശമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മോഡി അന്താരാഷ്ട്ര തലത്തിൽ ദേശീയ തലത്തിൽ കത്തി നിൽക്കുന്ന ഫീൽഡ്. നിങ്ങൾ മോഡിന് ഇഷ്ടമല്ലെങ്കിൽ പോലും, നിങ്ങൾ ഇപ്പോൾ സൂര്യനെ നിങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ പോലും കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇപ്പോൾ മോഡിക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരം ആരോപണം കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതായതുകൊണ്ട് അത് കത്തിപ്പോകുന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം തീർത്ഥാടന കേന്ദ്രമാക്കി അയോധ്യയെ മാറ്റുന്ന പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്ന പറ്റി ബി ജെ പി നേതാവ് പറയണ്ടേ? പക്ഷേ അതിൻ്റെ ഒരു രസം എന്ന് വെച്ചാൽ RSSന്റെ അടുത്ത കാലം വരെയുള്ള പ്രഖ്യാപന നിലപാട് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒരു കാരണവശാലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി മാറ്റരുതെന്നുള്ളത് അവർ ആവർത്തിച്ച് പല വേദി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ നിലപാട് ഇപ്പോൾ മാറ്റിയെന്ന് തോന്നുന്നു. കോൺഗ്രസിനെതിരെയുള്ള അവരുടെ ഏറ്റവും വലിയ ആരോപണം തമിഴ്നാട് ഗവൺമെന്റിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണമായിരുന്നു ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ, രാമനാഥപുരമൊക്കെ പോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ, ആധ്യാത്മിക തീർത്ഥാടനം അങ്ങനെ ഒരു പ്രഖ്യാപന നിലപാടുണ്ടായിരുന്നു. അതിപ്പം പുതിയ രീതിയിൽ കൊണ്ടുവന്നത് എനിക്കറിയില്ല. അപ്പോൾ കോൺഗ്രസിനെതിരെയുള്ള ശക്തമായിട്ടുള്ള വിമർശനം അല്ലെങ്കിൽ കാലത്തിൻ്റെ മാറ്റം അവർ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു കാര്യം. ഏതായാലും അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബേസിക് പ്രശ്നം അതാണ്, ക്രെഡിബിലിറ്റിയാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. പിന്നെ രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ NRIGA ഒക്കെ പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാന്ത്വനന്തരോ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഗ്രാമാണ്. അതിൻ്റെ ഗുണം അവർക്ക് 2011 ലക്ഷം 2009 ലക്ഷം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം? ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബി ജെ പി ആണ് ഇവിടെ കേരളത്തിൽ LDF ഗവൺമെൻറ് ആണ് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും വളരെ മനോഹരമായിട്ട് ഇഫക്റ്റീവായിട്ട് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ? കോൺഗ്രസിന് പറ്റുന്നില്ല. താഴെത്തട്ടിലുള്ള BJP പ്രവർത്തകരും CPMന്റെ പ്രവർത്തകരും ഹൈലി ആ പാർട്ടിയായിട്ട് കമ്മിറ്റഡ് ആണ്. അങ്ങനെ ബന്ധം എന്ന് വെച്ചാൽ നിങ്ങളെടുത്താൽ തല്ലിയാൽ നിങ്ങൾക്കെതിരെ പോലീസ് ഒരു കേസെടുത്ത് ഞങ്ങളുണ്ട്, പാർട്ടി ഉണ്ടെന്ന് കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റിയത്. ഇനി നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി കാണിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ജോലി സംരക്ഷണം ഞങ്ങൾ കൊടുക്കും. ഇത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ BJPയുടെ പ്രവർത്തകർ എങ്ങനെയാണ് അവരുടെ ഭരണ നേട്ടം ജനങ്ങൾ എത്തിക്കുന്നത്, അതുപോലെ എത്തിക്കാൻ കോൺഗ്രസ്സുകാർക്ക് പറ്റുന്നില്ല. അതാണ് പ്രശ്നം. ഞാൻ എപ്പോഴും ഇവരോട് പറയുന്ന ഒരു കോൺഗ്രസ് അനിൽ ബോസ് ഇവിടെ ഉണ്ടാണ്ട് ഞാൻ രാഹുൽ ഗാന്ധിന്റെ അടുത്തല്ലേ വരുന്നത്. നമ്മൾ പറയുന്നതൊക്കെ അല്ല, നമുക്ക് നേരെ രാഹുൽ ഗാന്ധിന്റെ തൊട്ടടുത്ത് നമ്മൾ നേരെ രാഹുൽ ഗാന്ധിന്റെ അനിൽ ബോസ് ഒക്കെ ഈ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇത്രയും നടന്നതാണ്. ഇനി 67 ദിവസം ഇനിയും നടക്കാൻ പോവുകയാണ്. പക്ഷെ ഇത് അനിൽ ബോസ് തന്നെ പറയുമ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ലാതെ എന്താണ് അവരുടെ തന്ത്രം, എങ്ങനെയാണ് അധികാരം തിരിച്ചു പിടിക്കുന്നത്, അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുന്നില്ല. പറയുന്നത് കേട്ട് തെരഞ്ഞെടുപ്പാണ് എല്ലാവരുടെയും ലക്ഷ്യം, പക്ഷെ തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല എന്നും പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിനെ ഇപ്പം നമ്മളാരെയും കണ്ട് നമ്മളൊക്കെ പക്ക കോൺഗ്രസ് ഫാമിലി, നമുക്ക് കോൺഗ്രസിന് സോഫ്റ്റ് കോർണറുള്ളതാണ് ആളെ. എൻ്റെ രാഷ്ട്രീയമായിട്ട് അഫിലിയേഷൻസ് ഒക്കെ വേണം. എനിക്ക് കോൺഗ്രസിന് ഇഷ്ടമാണ്. നമ്മളൊരു കുടുംബം, നമ്മൾ ഇസ്ലാം എന്ന് പറയുന്ന പോലെ തന്നെയാണ് കോൺഗ്രസ് നമ്മുടെ കുടുംബത്തിലേക്ക്. അപ്പം പക്ഷെ പ്രോബ്ലം എന്താണ്? നമുക്കിതിപ്പോൾ രാഹുൽ ഗാന്ധിയോട് എന്തെങ്കിലും പറയാൻ ഏൽക്കണേ രാഹുൽ ഗാന്ധിൻ്റെ അടുത്ത് എത്തണം ഈ സാധനം. അവിടെ ഈ വേണുഗോപാൽ സമ്മതിക്കും. അങ്ങനെ നിൽക്കല്ല മൂപ്പരിങ്ങനെ. ഞങ്ങളുടെ ഒരാളെ അടുപ്പിക്കുന്നില്ല എന്ന് കേട്ടത്. പിന്നെ പോകുന്നത് ആപ്പാട് നമ്മളെ ഈ പറഞ്ഞ അനിൽ ബോസ് ഒക്കെ ഇത്രയും യാത്രയിൽ എത്തുന്നുണ്ട്. വേണുഗോപാൽ അത്രയും കുഴപ്പക്കാരനാണോ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വേറെ ആർക്കും അങ്ങനത്തെ വേണുഗോപാലിനെ മറികടക്കാതെ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. രാഹുൽ ഗാന്ധി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കേരളത്തിൽ തന്നെ വരെ പല നേതാക്കന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് നേതാക്കന്മാരുടെയും കൂടെ പ്രശ്നമാണ്. കാരണം ഇത് ഈ ഈഗോ ക്ലാഷും വേണുഗോപാലിന് തിരികെ ഇവിടെ വരുമോ, ഇവിടെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുമോ, ഇങ്ങനെയുള്ള ആണല്ലോ നേതാക്കളുടെ ചിന്ത പോകുന്നത്. അധികാരം. പക്ഷേ ഇതിന്റെ മോഡിയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെയാണ് മോഡി ഇവരും തമ്മിൽ വ്യത്യാസം. ഇപ്പോൾ മോഡിയിൽ നമ്മൾ എത്തണം എന്ന് ആഗ്രഹിച്ചാൽ കൃത്യമായിട്ട് എത്താനുള്ള ഒരു സംവിധാനമുണ്ട്, കൃത്യമായിട്ട് എത്തിയിരിക്കും. ഇനി പിണറായി വിജയനിൽ നിങ്ങൾ എത്തണം എന്ന് ആഗ്രഹിച്ചാൽ അതിന് അവർക്കും സംവിധാനമുണ്ട്, അത് കൃത്യമായി ചാനലൈസ് എത്തി. ഇനി അങ്ങനെ എവിടെയെങ്കിലും ആരും ബ്ലോക്ക് ചെയ്യുന്ന കണ്ടാൽ പിണറായി വിജയനും കൃത്യമായിട്ട് ഇടപെടും, അതുപോലെ തന്നെ മോഡിയും കൃത്യമായിട്ട്. പക്ഷേ അത് കോൺഗ്രസ്സിലില്ല. ഇതൊക്കെയാണ് പ്രശ്നം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒന്ന് ഈ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാണ് വേണ്ടത്. എന്ന് ഈ പറഞ്ഞു ഞങ്ങൾ കൂടെ ഉണ്ട്, പാർട്ടി കൂടെ ഉണ്ട്, അവരുടെ അണികളെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ അവർ ചാകാൻ തയ്യാറ്. എൻ്റെ വാപ്പയ്ക്ക് അങ്ങനെ ചാകാൻ തയ്യാറായിരുന്നു. വാപ്പനെ പ്രൊട്ടക്ട് ചെയ്യാൻ അന്ന് KG അടിയോടി സാറുണ്ടായിരുന്നു. അവരൊരു KG അടിയോടി എന്ന് വെച്ചാൽ കരുണാകരനെക്കാട് ഇന്ദിരാഗാന്ധിയോട് ലോയലായിരുന്ന നേതാവാണ്. അപ്പോൾ അങ്ങനെയാണ് വാപ്പയ്ക്ക് അന്ന് വാപ്പയ്ക്ക് കുത്തൊക്കെ കൊണ്ടിട്ടുണ്ട് CPM-മാരായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ RSSനെ പോലെ ഒരു സംഘടനാ സംവിധാനം വേണം. ഓരോരോ കൃത്യമായിട്ട് ആ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന മുഴുവൻ സമയ പ്രവർത്തകർ CPM-നുള്ളവർ അവർക്ക് ലെവി കൊടുക്കണം.
ഇതൊന്നില്ലാതെ വെറുതെ 4 നേതാക്കന്മാരെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയതുകൊണ്ട് നടക്കില്ല. അന്ന് നടക്കുമായിരുന്നു. മോഡി എന്ന സ്ഥാനത്ത് ഇന്ദിരാഗാന്ധി, പിന്നെ ഇന്ത്യക്ക് RSS എങ്ങനെയാണോ ഈ രാമക്ഷേത്രം ഉണ്ടാക്കിക്കൊടുത്തത് അതുപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത പ്രസ്ഥാനം രീതി കോൺഗ്രസിനുള്ള സ്വീകാര്യത. അന്നപ്പോൾ ഈ ആൾക്കൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ വോട്ട് ചെയ്യും. പക്ഷെ ഇന്നത് പോരാ. പിന്നെ എനിക്ക് മനസ്സിലാകാത്ത നമ്മളെക്കാട്ട് ഇത്രയും ഇതിനെക്കാട്ടൊക്കെ നല്ല വിവരമുള്ള ആളുകളാണല്ലോ സോക്കോൾഡ് കനകോലും പിന്നെന്താ KP എന്നൊക്കെ പറയുന്ന കക്ഷികളുണ്ടല്ലോ. ഇവർക്ക് ഈ പണ്ടാറുന്ന ഇതൊന്നും ഇവർക്ക് അറിയില്ലേ? നമ്മളെ പോലെയുള്ള ഈ നാട്ടുമ്പുറത്ത് വരുന്ന സാധാരണക്കാർക്ക് അറിയുന്ന ഇത്തരം സാധാരണ പൊളിറ്റിക്കലായിട്ടുള്ള തന്ത്രങ്ങൾ പോലും ഈ പറയുന്ന സോക്കോൾഡ് ഉപദേശകർക്ക് അറിയില്ലേ? അവർക്ക് ഏതായാലും ഈ പറയുന്ന മതിലുകളുടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ രാഹുൽ ഗാന്ധിക്ക് എത്താൻ. സോ കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിന് ഗ്രാസ് റൂട്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് ഇപ്പോഴും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഉപദേശം അല്ലെങ്കിൽ AICC കിട്ടിയിരിക്കുന്ന ഉപദേശം, കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് പരമാവധി വിട്ടുവീഴ്ച ഈ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ 200 സംതിങ് സീറ്റുകളിലേ ഞങ്ങൾ മത്സരിക്കുന്നുള്ളൂ, അതുകൊണ്ടും കുഴപ്പമില്ല എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുന്നത്. ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് സംഭവിച്ചില്ല. ഇല്ല, മറ്റു പാർട്ടികൾ ശ്രദ്ധിച്ചില്ല. ഈ ഉപദേശം ടൈമിലി കിട്ടിയില്ല. മോഡി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഉപദേശം കിട്ടി. ഇതിനനുസരിച്ച് അവർ ആക്ട് ചെയ്യേണ്ടിയിരുന്നു. ഉത്തരേന്ത്യ പല സ്ഥലങ്ങളും 5 സീറ്റിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ കയറി മത്സരിച്ച് മൊത്തം സ്പോയിലാക്കി മറ്റുള്ള വിശ്വാസം കളഞ്ഞത്. പിന്നെ മാത്രമല്ല ഇവർ അധികാരത്തിലിരിക്കുമ്പോൾ മറ്റു പ്രതിപക്ഷ നേതാക്കന്മാരെ വേട്ടാടിയൊക്കെ ഉള്ളിലുണ്ട് പല ആളുകളും. ഈ മമതാ ബാനർജി എങ്ങനെ ഈ പാർട്ടിയിൽ നിന്ന് പോയത്? ഒരു താല്പര്യം ഇല്ലാതെ സുമൻ മിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ആളും KPCC പ്രസിഡന്റാക്കി. അയാളിപ്പം മമതേൻ്റെ പാർട്ടിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇപ്പം തിരിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടർ എൻ്റെ നടുവിലുണ്ട് കോൺഗ്രസിന്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ദിവസം കൊണ്ടൊന്നും മോഡി ഇന്ദിരാഗാന്ധിനെ മറിച്ചിട്ട് അത്ര എളുപ്പമായിരുന്നു. അവസാനം ഈ അടിയന്തരാവസ്ഥ ഉണ്ടാക്കി ഒരു രക്ഷയില്ലാതായതുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് ആളുകൾ ഒത്തിരി തിരിച്ചു കൊണ്ടുവന്നു. അതാണ്. അപ്പോൾ അതുപോലെ നേതാവാണ് ഈ മോഡി. എളുപ്പമൊന്നും മറച്ചിടാൻ പറ്റില്ല. അങ്ങനെ വെൽ എസ്റ്റാബ്ലിഷാണ്. കോൺഗ്രസിന് വേണ്ടി ഒരു 10-15 വർഷത്തെ പ്ലാനാണ്. ആ പ്ലാനിൽ നിന്നുകൊണ്ട് അവർ ഗ്രാസ് റൂട്ട് ലെവലിൽ പാർട്ടി ശക്തിപ്പെടുത്തണം. അതിന് ഫൈറ്റ് ചെയ്യണം. ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. രാഹുൽ ഗാന്ധി ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ രാഹുൽ ഗാന്ധിക്ക് ലിമിറ്റ് ഇല്ലേ? ഇന്ത്യ പോലുള്ള മഹാരാജ്യത്തെ എല്ലാ സ്ഥലത്തും എത്താൻ അങ്ങനെ ആരും വിരാട് പുരുഷനോ? ഈ ഭഗവത്ഗീതയിൽ വിരാട് പുരുഷൻ വരുന്നുണ്ടല്ലോ അവസാനം. വിരാട് പുരുഷനുണ്ടോ? അത് നടക്കാത്ത കാര്യമാണ്. അപ്പം രാഹുൽ ഗാന്ധിയെ പോലുള്ള കുറേ യുവാക്കളുണ്ടാകും. ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ പോലീസ് വരുൺ വണ്ടീൻ്റെ മുന്നിൽ നിന്ന് വലിയ ഡയലോഗ് അടിച്ചിട്ടോ ഒരാൾ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല. അയാളെ കയ്യിൽ കേസ് വരെ അയാൾ കിടക്കുന്നുള്ളൂ. ഇത് ഓരോ വില്ലേജിൽ അത്ര രാഹുൽ മാങ്കൂട്ടത്തെ പോലെ 3 പയ്യന്മാർ വേണം. ഈ പറയുന്ന ഈ സെക്രട്ടറിയുടെ മുന്നിൽ കാണിച്ചു കൂട്ടിയത് എല്ലാ ജില്ലകളിലും അതേ തീവ്രതയിൽ അവർ കാണിക്കാൻ പറ്റുമോ? ഇല്ല. സംഘടനാ സംവിധാനം ആ രീതി ദുർബലമാണ്. അപ്പോൾ ഈ 5 വർഷത്തേക്കുള്ള പ്ലാൻ അല്ല കോൺഗ്രസ് വേണ്ടി, 15 വർഷത്തേക്കുള്ള പ്ലാൻ വേണം. ഈ 15 വർഷം കഴിയുമ്പോൾ എന്താ സംഭവം? നമ്മുടെ മോഡി എസ്റ്റാബ്ലിഷ്ഡ് ആവും. നമ്മളൊക്കെ എങ്ങനെയാണോ ഈ കോൺഗ്രസിൻ്റെ കരുണാകരനെയൊക്കെ കണ്ട് വളർന്നു വന്ന് മൂപ്പരെ ക്രിട്ടിക്കലായത്, അതേപോലെ എല്ലാ മനുഷ്യനും ഒരു പരിധി കഴിയുമ്പോൾ ആളുകൾ ക്രിട്ടിക്കലായി കാണാൻ തുടങ്ങും. ആ സമയത്ത് കോൺഗ്രസ് ഒരു ചാൻസ് ഉണ്ട്. ആ സമയത്ത് എത്തിപ്പിടിക്കണം. എന്ത് വേണം? ഇന്നുള്ള ഈ മുന്നണി സംവിധാനം ഇങ്ങനെ കൊണ്ടുപോവുകയും വേണം. ഒന്നാമത്തെ കാര്യം. 2, ഇവർ പാർട്ടി വളർത്തണം. ശരി, അത് കേരളത്തിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പോലും അതിൽ വിള്ളലുകൾ വീഴുകയാണ് കോൺഗ്രസിന്റെ. അവിടെ ഈ BJP ഈ തുടർച്ചയായി താങ്കൾ പറഞ്ഞതുപോലെ വേരുകൾ കുറഞ്ഞിരുന്ന കേരളത്തിൽ വേരുകൾ ഉറപ്പിച്ചു കൊണ്ടുവരികയാണ്. അതിന്റെ ഭാഗമായാണ് ഈ റോഡ് ഷോയും മറ്റും. പക്ഷെ അത് ഇത്തവണത്തിൽ സാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ 2024? അല്ല, ഇത് ചിലപ്പോൾ സുരേഷ് ഗോപി അവിടെ ജയിച്ചേക്കാം. അത് അവരുടെ ഒരു സംവിധാനം പറയാം. കാരണം എന്ന് വെച്ചാൽ തൃശ്ശൂർ ഒരു ഭക്തി ഇവിടെയൊക്കെ ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. വളരെ വ്യത്യസ്തമാണ്. അല്ല, കണക്കുകൾ സുരേഷ് ഗോപി ഒറ്റ അടിക്ക് 2 ലക്ഷം വോട്ട് കൂട്ടിയില്ലേ? 2 ലക്ഷം ഒറ്റ അടിക്കാണ് 1 ലക്ഷം വോട്ട് കഴിഞ്ഞ തവണ കൂട്ടിയത്. അല്ല, അത് കഴിഞ്ഞിട്ട് തോറ്റ MP ആയിട്ട് മൂപ്പർ അവിടെ ഉണ്ടല്ലോ. ഇവിടെ ഏതെങ്കിലും തോറ്റ MP മാരുണ്ടായിരുന്നു? ഒരു പക്ഷേ നമ്മുടെ ഈ സിനിമ ഷൂട്ടിങ് അതിന്റെ തിരക്കുകൾക്കിടയിൽ ഇപ്പോൾ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് വീട്ടിലില്ലാന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഫുൾ ടൈം അവിടെ തന്നെയാണ്. അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ എന്തോ ഒരു പരിപാടി Tea with SG എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ പരിപാടിയാണ്. സിന്ധൂർ അതുണ്ടാവും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിന്ധുമോൾ പ്രതീക്ഷയുണ്ടോ ഇത്തവണ തൃശ്ശൂർ? തീർച്ചയായിട്ടും അതിലൊരു സംശയവുമില്ല. ഗ്രാസ് റൂട്ട് ലെവൽ വർക്ക് മഞ്ജുഷ് ഞങ്ങൾ മോദിജിയുടെ ഈ വരവോടനുബന്ധിച്ച് മാത്രമല്ല അതിന് മുന്നേ ആയിട്ട് വളരെ നാളുകൾക്ക് മുമ്പേ ഏതാണ്ട് 1.5 വർഷം കഴിഞ്ഞു വളരെ മികച്ച രീതിയിലുള്ള ബൂത്ത് തലത്തിലേക്ക് എത്തുന്ന പ്രവർത്തനം ഞങ്ങൾ അവിടെ സജ്ജമാക്കി കഴിഞ്ഞു. ബൂത്തുകളിലേക്ക് തൃശ്ശൂർ പാർട്ടി എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു വലിയ മാറ്റമാണ് തൃശ്ശൂർ നടന്ന മഹിളാ സമ്മേളനത്തിലേക്ക് ഏറ്റവും കൂടുതൽ മൊബിലൈസേഷൻ നടന്നത് ആ ജില്ലയിൽ മോദിജി വരുന്നത് കൊണ്ട് അവിടുന്ന് വേണമെന്ന് പാർട്ടി ആഗ്രഹിച്ചിരുന്നു. ബാക്കിയുള്ളിടത്തു നിന്നെല്ലാം ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു ആളുകളെയാണ് ബാക്കി മൊത്തം 8 ജില്ലകളിൽ നിന്നുള്ള റെപ്രസെന്റേഷൻ ആയിരുന്നു. അത് കേരളം മൊത്തമില്ല, 8 ജില്ലകളിൽ നിന്ന്. ബാക്കി ജില്ലകളിൽ നിന്നും അത്രയൊന്നും കഠിന പ്രയത്നം ചെയ്യാതെ വന്ന ജനങ്ങളായിരുന്നു. അത് മാക്സിമം മൊബിലൈസേഷൻ നടന്നത് തൃശ്ശൂരാണ്. അവിടെ നിന്ന് അത്രയും വനിതകൾ 2 പരിപാടിയാണ് ഒരേ സമയം നടന്നത് മഞ്ജുഷ്. പുരുഷന്മാരുടെ റോഡ് ഷോയും ഒപ്പം മഹിളകളുടെ വലിയൊരു സമ്മേളനവും കേരളം ഇതുവരെ കാണാത്ത രീതിയിൽ.
അവിടേക്ക് രണ്ടിലേക്കും ഈ തൃശ്ശൂരെ എല്ലാ ബൂത്തുകളിൽ നിന്നും വളരെ വലിയ രീതിയിൽ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എത്തിയിരുന്നു എന്നുള്ള അഭൂതപൂർവമായ ഒരു തിരക്കായിരുന്നു. വളരെ കൗതുകകരമായ എന്നാൽ അഭിമാനം തോന്നുന്ന ഒരു കാഴ്ചയാണ് അന്ന് അവിടെ തൃശ്ശൂരിൽ കണ്ടത്. അതിൻ്റെ ഒരു പരിച്ഛേദമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കൊച്ചിയിൽ കണ്ട റോഡ് ഷോ. ഇവിടെയും വളരെ പെട്ടെന്നാണ് ഒരു 20 ദിവസം ഒരു സംഘടനയ്ക്ക് ഒരു വലിയ റോഡ് ഷോ ഒക്കെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒന്നല്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാനത് വിനയത്തോടെയാണ് പറയുന്നത്. സംഘടനയ്ക്ക് ആ ഒരു ശക്തി താഴെ തലത്തിലേക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇവിടെ 4 ജില്ലകളിൽ നിന്നായി ഇത്തരം വലിയ ഒരു റോഡ് ഷോ സംഘടിപ്പിക്കാനും ഏതാണ്ട് 7000 ശക്തി കേന്ദ്ര ഇൻചാർജുമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ സമ്മേളനം ഇന്ന് മറൈൻ ഡ്രൈവിൽ നടത്താനും പാർട്ടിക്ക് സാധിച്ചത്. ഇത് പാർട്ടിയുടെ സംസ്ഥാനതല നേതാക്കന്മാർക്ക് മാത്രമല്ല, ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് വരെ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത്തവണ മാറ്റം ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ പാർട്ടി നേതൃത്വത്തെ കഴിഞ്ഞും കൂടുതൽ സംസാരിക്കുന്നത് പാർട്ടിയിലെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ബൂത്ത് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ്. അവർ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നു. വളരെ കെട്ടുറപ്പോടുകൂടി അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അവസാനിക്കുകയാണ്. നന്ദി ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ അനിൽ ബോസ്. വൈൻഡ് ഡിബേറ്റിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മോദിയുടെ തെക്കേ ഇന്ത്യൻ ദൗത്യം BJPക്ക് സീറ്റ് കൂട്ടുമോ? സീറ്റ് കൂട്ടുമെന്ന് 65% പ്രേക്ഷകർ, സീറ്റ് കൂട്ടില്ലെന്ന് 32%, നിഷ്പക്ഷം 3%. വൈൻഡ് ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.